ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലായാലും മനുഷ്യർ പലപ്പോഴും നമ്മെ തള്ളിക്കളയും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നാം അനാഥരായി തീർന്നെന്ന്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസി ബിന്ദു ബെൻസൺ ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ കൃപ, സന്തോഷമായിട്ടിരിക്കുന്നു. ഇവിടെ ശക്തമായി ചൂട് തുടങ്ങി. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നൊന്ന് പറഞ്ഞാട്ട്. ഗുജറാത്തിൽ നിന്നാണ്, ഗുജറാത്ത് ജാംനഗർ നിന്ന്. ഓക്കെ, കർത്താവിന്റെ വേലയോടെ ബന്ധത്തിലായിരിക്കുകയാണല്ലോ. ഓക്കെ, ഷാരോൺ ഫെലോപ്പ് ചർച്ചില് 24 വർഷമായി. മാരേജ് കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷം കൊണ്ട് ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയില് ആയിരിക്കുന്നു. പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ ബെൻസൺ ഡാനിയൽ. ഓക്കെ സിസ്റ്ററെ, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ടെസ്റ്റ് മണി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ടെസ്റ്റ് മണിയിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പ അങ്ങയുടെ സാന്നിധ്യവും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവേ, പ്രിയ ബിന്ദു ബെൻസനെ അടിയനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസി കടന്നു പോയതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കർത്താവേ, മറ്റുള്ളവരുടെ ആത്മീയ അനുഗ്രഹത്തിനും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രഘോഷിക്കപ്പെടുവാനുള്ള എല്ലാ ദൈവകൃപയും ശക്തിയും പ്രിയ കർത്താവിന്റെ ദാസിയുടെ മേൽ ദൈവം പകർന്നാട്ട് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരുവാന് പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് നമ്മുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദേവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദേവദാസി ഷെയർ ചെയ്താൽ. എന്റെ പേര് ബിന്ദു ബെൻസൺ എന്നാണ്. ഞങ്ങള് ഗുജറാത്തിലെ കർത്താവിന്റെ വേല ചെയ്യുന്നു. പാസ്റ്റർ ബെൻസൺ ഡാനിയൽ എന്നാണ് എന്റെ ഹസ്ബൻഡും പാസ്റ്ററിന്റെ പേര്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോന് ജിബിൻ 12-ല് ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇളയ മോൻ ഇപ്പോൾ 8th കയറി. രണ്ടുപേരും അദ്ദേഹത്തിന്റെ കൃപ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞാന് ഒരു യാക്കോബ സാക്ഷ്യം പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. എങ്കിലും ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു നോക്കിയാൽ, പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞു തരാത്ത ദാന നിമിത്തം അല്ലെങ്കിൽ വർണ്ണിച്ചുകൂടാതവണ്ണം ദൈവം നമ്മളെയൊക്കെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചു. ആ ദൈവത്തിന്റെ മഹാകൃപയാണ്. നമ്മൾ ഒരു നിമിഷം പോലും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. അത്രമാത്രം. ഞാന് ഒരു യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. 4 മക്കളിൽ 2ാമത്തെ ആളാണ് ഞാൻ. എന്റെ മൂത്ത ചേച്ചിയും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാനും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ ഇളയത് ട്വിൻസ് ആണ്. അവര് രണ്ടുപേരും ജോലിയോടനുബന്ധിച്ച് കർത്താവിന് ആ വേലയിൽ സപ്പോർട്ടായിട്ട് നിൽക്കും. സ്തോത്രം. എന്റെ മാതാവ് കണ്ട ആ സത്യദൈവത്തിന്റെ പിൻബലത്തിലാണ് ഞങ്ങളും ഇത്രത്തോളം ഈ സത്യദൈവത്തെ കാണുവാൻ കർത്താവ് കൃപ തന്നതെ വിശ്വാസം മുറുകെ പിടിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മള് ഒത്തിരി ആ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസവും ആ പ്രത്യാശയും ആ ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കും ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവ് കൃപ തന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൗവന സമയത്ത് അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മാതാവിനെ കണ്ടത്. നേരത്തെ മാരേജിന് മുന്നമേ അമ്മയ്ക്ക് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനൊക്കെ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. എന്നാലും മാരേജിന് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ പറമ്പിനോട് ചേർന്ന് നിന്നാണ് ഷാരോൺ ഫെലോപ്പ് ചർച്ച് എന്നൊരു ചർച്ച ഉണ്ട്. അന്നേരം അവിടുത്തെ ഡ്രം അടി കൊട്ടുന്നതും കൈയടി കൊട്ടുന്നതും ഒക്കെ നമ്മുടെ മനസ്സിൽ വലിയൊരു ത്രില്ലാണ്. എന്റെ അടുത്ത് വീടിനോട് ചേർന്ന് തന്നെ ഇത് കാണുമ്പോൾ. പക്ഷെ അനുവാദമൊന്നും ഇല്ലായിരുന്നു. അമ്മയും യാക്കോബ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അങ്ങനെ നമ്മുടെ യൗവനകാല സമയത്തായപ്പോൾ ഹൈസ്കൂൾ പഠന ആ സമയത്ത് എന്റെ അമ്മ അറിഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കും ആ ദൈവത്തെ, ആ സത്യദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഈ ലോകമോഹങ്ങളിലൊന്നും വഴുതി പോകാൻ അനുവദിക്കും
നിലയ്ക്കാതെ ഒരു ദൈവഭയഭക്തിയോടെ ജീവിക്കുവാൻ കർത്താവ് കൃപ തന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒരു ചെറിയ പല്ലുവേദന പോലെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അത് പിന്നെ പല്ലുവേദനയല്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അമ്മയ്ക്ക് പല്ലുവേദനയും നീരുമായിട്ട് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കടന്നുപോയി. അന്നേരം അമ്മ അങ്ങനെ ആശുപത്രി പോവാന്ന് പറഞ്ഞുകൊണ്ട് പപ്പയുടെ അമ്മയുണ്ട്, പപ്പയും പപ്പയുടെ അമ്മയും ഞങ്ങള് 4 പേരുമാണ് ഉള്ളത്. അന്നേരം ആ സമയത്ത് ഞാൻ ആശുപത്രി പോവാൻ പറഞ്ഞു ഒരു കുപ്പിയിൽ എണ്ണ എടുത്തുകൊണ്ട് അമ്മ ഇങ്ങനെ പോയിട്ട് നേരെ ഈ ചർച്ചിലോട്ടാണ് പോയത്. ചർച്ചിലോട്ട് പോയിട്ട് പാസ്റ്ററെ ഞാൻ മരുന്ന് മേടിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. പാസ്റ്റർ ഇതെനിക്ക് പ്രാർത്ഥിച്ചു തരണം, ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ പല്ലുവേദന നീരുമായിട്ടിരിക്കുന്നു. ഞാൻ ഈ ഒരു ഇതിന് വന്നത് എനിക്ക് പെന്തക്കോസ്ത് ഇങ്ങനെ കൂട്ടായ്മ പങ്കെടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ അങ്ങനെ ആ ചർച്ചിലെ പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു, ആ മരുന്ന് കൊടുത്തു. ആ മരുന്ന് മീൻസ് അത് മരുന്ന് ദൈവം പഥ്യമാക്കി തീർത്തു. ആ എണ്ണ അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ പോയി. അന്നേരം ആ കുപ്പി അവിടെ കൊണ്ട് ചെന്നപ്പോൾ അമ്മച്ചി വല്യമ്മച്ചി ഞങ്ങളുടെ പാപ്പയുടെ അമ്മ വല്യമ്മച്ചി വിചാരിച്ച ആശുപത്രി പോയിട്ട് വന്നയാണല്ലോ. അങ്ങനെ അമ്മ എന്നും പ്രാർത്ഥിച്ച് ആ എണ്ണയൊക്കെ പുരട്ടി അമ്മയ്ക്ക് അങ്ങ് വിടുതലായി കഴിഞ്ഞപ്പോൾ ഇത് അമ്മയ്ക്ക് ഒരു ത്രില്ലായി, മനസ്സിനൊരു ത്രില്ലായി. അത് കഴിഞ്ഞിട്ട് എന്റെ പപ്പ ബാംഗ്ലൂരില് ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക ആ സമയത്ത്. അന്നേരം വീട്ടിൽ ഞങ്ങൾ 4 പേരും അമ്മച്ചിയും ഞങ്ങളും അമ്മയും മാത്രമേ ഉള്ളല്ലോ. അന്നേരം ആ പപ്പയുടെ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു 25 വർഷത്തിന് മുമ്പുള്ള കാര്യം, ഞങ്ങൾ 20 വർഷമായി ഞങ്ങളുടെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട്, പക്ഷെ എന്റെ പപ്പ എന്ന ആ സമയത്തൊന്നും വിശ്വാസം വന്നിട്ടില്ല. അന്നേരം ആ നേരം കൊണ്ട് ഞങ്ങള് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മയെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അടുത്ത ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ, പൊതിയോടെ ഒന്ന് ആരാധിക്കുവാൻ എനിക്കൊരു സാവകാശം കിട്ടുമല്ലോ. ഈ തക്കം നോക്കി പപ്പയുടെ ലില്ലൻ, അന്നത്തെ സമയത്ത് ഇല്ലന്റെ ഒക്കെ ആണല്ലോ, എഴുതി ചോദിച്ചു, ഞാൻ ഇവിടെ അടുത്തൊരു പെന്തക്കോസ്ത് ചർച്ച ഉണ്ട്, ഞാൻ ഒരു ദിവസം ഒന്ന് പൊയ്ക്കോട്ടെ എന്ന്. അന്നേരം പപ്പ മറുപടി കൊടുത്തു. നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്, സമയമൊക്കെ ഉണ്ട്, എങ്കിലും മറുപടി കൊടുത്തു, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ അനുഭവത്തോടെ ഒരു സൺഡേ പോയി. പിന്നെ അമ്മയ്ക്ക് അങ്ങ് പോകണം എന്നുള്ള ആ ഒരു ഇത് വന്നു. അന്നേരം അറിയാതാണ് പോന്നെ. വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ 100% ഇല്ല, ഞങ്ങൾക്ക് ഭയങ്കര എതിരായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ എന്നിട്ട് ഇടയ്ക്ക് പോകും, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ സമയം നോക്കി അവിടുത്തെ ഉപവാസപ്രാർത്ഥനയൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി 1-2 മണിക്കൂർ 1 മണിക്കൂർ ഇരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അമ്മ കടന്നു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പിന്നെ ഒന്നും കൂടെ ചോദിച്ചു, അച്ഛാ ഞാൻ ഒന്നും കൂടെ പൊയ്ക്കോട്ടെ. അന്നേരം അനുവാദം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് അങ്ങ് കണ്ടിന്യൂ പോയി, എന്ത് വന്നാലും പ്രയാസങ്ങൾ കടന്നു വന്നാലും ഞാൻ അങ്ങ് പോകും എന്നുള്ളൊരു ഒരു ഇത് വന്നു. ചെറുതായിട്ടൊക്കെ വീട്ടിലെ വല്യമ്മച്ചിയോട് ഇങ്ങനെ അനുവാദം ചോദിച്ചപ്പോൾ ഭയങ്കര എതിർപ്പായി. അങ്ങനെ അന്നേരം അമ്മ ഇതുപോലെ പറമ്പിലോട്ട് പോകുന്ന വഴിക്കും ആ രീതിയിൽ കരുതി ആ സഭയിൽ പോയി, അല്ലെങ്കിൽ ചർച്ചിൽ പോയി പാസ്റ്ററുകളൊക്കെ ഉള്ള സമയം നോക്കി അവിടെ ചെന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ജസ്റ്റ് പ്രാർത്ഥിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ തിരികെ വരുന്നത്. മീൻസ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന അങ്ങനെ പാസ്റ്ററിനെ പ്രാർത്ഥിപ്പിച്ചിട്ട് അമ്മ തിരികെ വരും. ഇത് വല്യമ്മച്ചി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പപ്പയ്ക്ക് മറുപടി കൊടുത്തു. നമ്മുടെ ഇതുപോലെ അമ്മയുടെ പപ്പയോട് പറഞ്ഞു, നിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയി തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഇവിടുത്തെ ഉള്ളതെല്ലാം ഇനിയിപ്പോ പെന്തക്കോസ്തിലോട്ട് കൊണ്ടുപോകുമായിരിക്കും, അതുകൊണ്ട് അതെല്ലാം പോകുന്നതിന് മുന്നമേ തന്നെ ഒരു കാര്യം ചെയ്യും, ഈ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇനി പോരൂ എന്ന് വല്യമ്മച്ചി പപ്പയോട് പറഞ്ഞു. അന്നേരം ഈ പപ്പയുടെ 1.5 വയസ്സിലാണ് പപ്പ മരിക്കുന്നത്, എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ മരിക്കുന്നത്. അത് ഈ അമ്മച്ചി പറയുന്നതിനപ്പുറം ഒരു ഇതും ഇല്ല. വല്യമ്മച്ചി എന്തു പറയുന്നോ അതുപോലെ അനുസരിക്കും ഞങ്ങളുടെ പപ്പ. അതുകൊണ്ട് അതിനകത്ത് ഗുണമുണ്ടോ ദോഷമുണ്ടോ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നും ചിന്തിക്കത്തില്ല. ആ വലിയൊരു കമ്പനിയിൽ ഒരു മാനേജറായിട്ട് ജോലി ചെയ്ത പപ്പ ആ ജോലി എല്ലാം കളഞ്ഞിട്ട് തിരികെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അതിന് അമ്മയ്ക്ക് അങ്ങ് എല്ലാം കൊണ്ടും എല്ലാം തടസ്സമായി. വല്ലപ്പോഴും പോയി കിട്ടുന്നത് അതുപോലും പറ്റത്തില്ല. മറ്റേത് വല്യമ്മച്ചി വീട്ടിലുള്ളപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന കൂട്ടത്തിലൊന്ന് പോകുന്നത്, ആ ഒരു സ്വാതന്ത്ര്യം കൂടെ ഇല്ലാതായിപ്പോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് പപ്പ പിന്നെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയം നോക്കി ഇങ്ങനെ ഒളിച്ചു നമ്മൾ തെറ്റാണെന്ന് അറിയാമെങ്കിലും ഒളിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി തുടങ്ങിയത് പപ്പ വീണ്ടും അറിഞ്ഞു. അമ്മച്ചി ഭയങ്കര വഴക്കായി. അങ്ങനെ
അമ്മ വിചാരിച്ചു എന്ത് കഷ്ടത വന്നാലും ഞാൻ ഈ സത്യദൈവത്തെ മുറുകെ പിടിക്കും. ആ ഒറ്റ ഒരു തീരുമാനം അമ്മയ്ക്ക് എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ആത്മധൈര്യമായി. അന്നേരം അമ്മ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നമ്മൾ ഇതുപോലെ ചർച്ചിൽ പോവാം, നമുക്ക് ഇന്ന് തൊട്ട് പള്ളി പോകണ്ട. അവിടെയൊക്കെ ഭയങ്കര നമ്മള് എന്ന് പറഞ്ഞ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെയാണ് പറഞ്ഞെടുക്കുന്നത് അത്ര അറിവില്ല. പക്ഷെ അമ്മ പറഞ്ഞു, മക്കളെ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്ത് പ്രയാസം വന്നാലേ അമ്മയോട് നീ ഇവിടെ നിന്ന് നിങ്ങൾ 4 പേര് എന്റെ കൂടെ നിന്നോണം. നിങ്ങള് പിന്നെ തിരിച്ച് ഒന്നും പപ്പ എന്ത് പറഞ്ഞാലും വല്യമ്മച്ചി എന്ത് പറഞ്ഞാലും ഒന്നും പറയാൻ പാടില്ല. ഇത് മാത്രം ഞങ്ങൾക്ക് വാണിംഗ് തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം അമ്മ പോയി തുടങ്ങി, ഞങ്ങളും പോയി തുടങ്ങി. അപ്പോഴത്തേക്ക് വീട്ടിൽ എതിർപ്പായി എന്ന് പറഞ്ഞാൽ ഭയങ്കര എതിർപ്പ്. ഞങ്ങൾ എന്ത് ചോദിച്ചാലും പപ്പ ഞങ്ങൾക്ക് തരത്തില്ല. തരാൻ പപ്പ ഇങ്ങനെ കൈ നീട്ടിയാലും വല്യമ്മച്ചി പറയും, ഡാ അവർക്ക് കൊടുക്കില്ല എന്നൊരു വാക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. പപ്പ പൈസ പാക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ഇങ്ങനെ നീട്ടും. പപ്പ സ്കൂളിൽ ബുക്ക് മേടിക്കണം, പേന മേടിക്കണം, എന്തെങ്കിലും എന്തൊരു ആവശ്യം പറഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് ഓർഡർ വരും. വല്യമ്മച്ചിയുടെ ഓർഡർ വരും, കൊടുക്കരുത്. എന്നിട്ട് അമ്മച്ചി ഇനിയൊരു പോയിന്റ് പറയും, അതാണ് ഞങ്ങളെ ചലഞ്ച് ചെയ്യിപ്പിച്ചത്. അത് ഞങ്ങൾ വിചാരിക്കുന്നു ഇന്നും ഈ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും അവസ്ഥ വന്നത്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കൃപ വന്നത് അമ്മച്ചി ഒരു ചലഞ്ചായിട്ട് ഒരു കാര്യം പറയുമായിരുന്നു. പ്രാർത്ഥിക്കുന്നിടത്താ പോയേക്കുന്നത്, അവിടെ കിട്ടും, ഇവിടുന്ന് ഒന്നും കൊടുക്കണ്ട എന്നൊരു വാക്ക് അമ്മച്ചി ദേഷ്യം കൊണ്ടാ പറഞ്ഞെങ്കിലും വായിന്ന് അത് എപ്പോഴും ഞങ്ങൾ സ്ഥിരം കേട്ട് അതൊരു പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു ചലഞ്ചായി. ഞങ്ങൾ എന്നിട്ട് ഉറപ്പായിട്ട് വിശ്വസിച്ചു, പ്രാർത്ഥിക്കുന്നിടത്തല്ലേ പോന്നെ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് ഒന്നും തന്നില്ലേലും ആ സ്വർഗത്തിലെ പിതാവ് ഞങ്ങൾക്ക് തരും. ആ ഒരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കും പ്രതികൂലങ്ങൾ ഒത്തിരിയായി. അമ്മ അതിന് പെട്ടെന്നൊരു ബുദ്ധി പറഞ്ഞു, അതായത് നമുക്ക് പറമ്പും ആട്, പശു, കോഴി അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്, റബ്ബർ വെട്ടുന്ന സംഭവം ഉണ്ട്. അന്നേരം അപ്പോഴത്തേക്കും റബ്ബറിന്റെ കറയൊക്കെ എടുക്കണം. അന്നേരം ഈ വീട്ടിലെ ജോലി എല്ലാം ഞങ്ങളെ ചെയ്യിപ്പിച്ചു തുടങ്ങി. പണിക്കാരി ഒന്നും ആരെയും വെക്കാതെ ഞങ്ങളെയും കൊണ്ട് വല്യമ്മച്ചി ചെയ്യിപ്പിച്ചു തുടങ്ങി. കാരണം ഞങ്ങൾ പള്ളി പോകാൻ പാടില്ല. ഞങ്ങൾ അതെല്ലാം സഹിച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് വന്നാലും ഒന്നും പറയരുത്, എല്ലാം സഹിച്ചു നിന്നോണം. കഷ്ടത കൂടി വന്നു. ഞങ്ങള് നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ പോയി വരുന്ന സ്വാതന്ത്ര്യമില്ല, വല്ലപ്പോഴും കിട്ടിയ ആ ഒരു തക്കത്തിലാണ്. പോകാൻ തക്കം കിട്ടുമ്പോൾ ഞങ്ങള് ആടിനും പശുവിനും ഒക്കെ ഉള്ള തീറ്റ വരെ എടുത്തു വെക്കും. ഈ വല്യമ്മച്ചി ഞങ്ങൾ ഞായറാഴ്ച രാവിലെ വരുമ്പോഴത്തേക്കും പപ്പ ഞങ്ങളെയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ പോച്ചയും ആ ആടിനുള്ള തീറ്റയൊക്കെ പറിക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ചിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മച്ചി പശുവിന്റെ ആ തൊഴുത്തിലോട്ട് എല്ലാം അങ്ങ് എറിഞ്ഞ് ചവിട്ട് തേക്കുന്ന രീതിയിലും കഴിക്കാൻ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഞായറാഴ്ച രാവിലെ പപ്പ ഇതെല്ലാം പറിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ചെല്ലാൻ നോക്കുമ്പോൾ അമ്മച്ചി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കും. പിന്നെ ഞങ്ങൾ ഒത്തിരി വിഷമമായി. പപ്പയ്ക്ക് ഞങ്ങളുടെ ഒരു മനസ്സുണ്ട്, പക്ഷെ അമ്മച്ചി ഭയങ്കര എതിരായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഒരു ബുദ്ധി പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ 4 പേരുണ്ടല്ലോ, എന്റെ ഇളയത് ട്വിൻസിന് 2 പേരും കൂടെ, അമ്മയും ആ ട്വിൻസ് 2 പേരും കൂടെ, ആങ്ങളെയും ഒരു പെങ്ങളും, ഞങ്ങൾ 3 പെണ്ണും ഒരാണുമാ. എന്നിട്ട് എന്റെ ഇളയത് ഒരു ആണും പെണ്ണുമാ. അവര് 2 പേരും അമ്മയും കൂടെ ഒരു സൺഡേയിൽ പോകും. അത് കഴിഞ്ഞ് എന്നെയും എന്റെ ചേച്ചിയും കൂടെ വീട്ടിലാക്കും. അങ്ങനെ ഞങ്ങൾ മാറി ഒരു സൺഡേയിൽ അമ്മ പോവുകയാണെങ്കിൽ പിറ്റേ സൺഡേയിൽ ഞാനും ചേച്ചിയും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊച്ചുങ്ങൾ, എന്റെ അനിയനി എന്നും വരും. പക്ഷെ അമ്മയ്ക്ക് പകരം ഞങ്ങൾ 2 പേരും വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട്. അതുപോലെ അങ്ങനെ പള്ളിയിൽ നിന്ന് തിരികെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ആള് കാണണം. അവരുടെ ചിന്ത ഞങ്ങൾ ഇതെല്ലാം പെന്തക്കോസിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുപോകും, ഇവിടെ എല്ലാം കുറയും എന്നുള്ളൊരു ചിന്ത വല്യമ്മച്ചിക്ക് വന്നു. അതിനാണ് ഞങ്ങളെ വീട്ടിൽ കാവൽക്കാരായിട്ട് നിർത്തിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എതിർപ്പുകളൊക്കെ ഒത്തിരി. അമ്മ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ ആ ചോറും കറിയൊക്കെ അമ്മച്ചി വെള്ളം ഒഴിച്ചു വെക്കും, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ. അഥവാ ഒന്നും പറ്റത്തില്ല, ദേഷ്യമൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പശുവിനും ആടിനും ഒക്കെ എടുത്തിട്ട് കൊടുക്കും. അത് അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി. പട്ടിണി കൂടി വന്നു, കഷ്ടത കൂടി വന്നു. വീട്ടിലെ ജോലികളെല്ലാം നമ്മളെല്ലാം ചെയ്യുന്നു, അമ്മയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അന്നിട്ട് അമ്മ എല്ലാം ഒത്തിരി കരഞ്ഞ് ഇങ്ങനെ പറയും. ഞങ്ങൾ അരുതാത്ത എന്തെങ്കിലും പറയാൻ തുടങ്ങി പറയും, മോളെ ഇതെല്ലാം സഹിക്കണം, മക്കളെ ഇതെല്ലാം സഹിക്കണം, ദൈവം നമുക്കൊരു മാറ്റം തരും, ദൈവം നമുക്കൊരു സമയമാകുമ്പോൾ മാറ്റം തരും, അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചു നിൽക്കണം. അത് നമുക്ക് സഹിക്കാതിനപ്പുറമായി പട്ടിണി കൂടി വരുമ്പോൾ നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ എന്ന് പറഞ്ഞ ആഹാരങ്ങളെല്ലാം വെച്ചു. വലിയൊരു ധനാട്ട് കുടുംബത്തിലാണ് ജനിച്ചത്, യാക്കോബ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, കീർത്തിയേറിയ കുടുംബമൊക്കെയാണ്. പക്ഷെ നമുക്ക് ഈ പെന്തക്കോസ്ത് കൂട്ടായ്മ
അറിയായ്മ അല്ലെങ്കിൽ സത്യദൈവത്തെ അറിഞ്ഞു. കറുത്ത പുസ്തകം എടുത്തതിന്റെ പേരിൽ കഷ്ടത പേടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്നതിന് അപ്പുറമായി. അന്നേരം ഞങ്ങള് പിടിച്ചു നിൽക്കാൻ അപ്പുറം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ അപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രയറിന് പോയിട്ടുണ്ട് എങ്കിൽ രാത്രി പോലും ഉറങ്ങാൻ പറ്റത്തില്ല. ഒന്നീ കതവ് അടച്ചിടും, അല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് വീടിന്റെ കതവിന്റെ മുകളില് 3 ഇഴ പോലെ ജനല് പോലെ ഒരു ഇതുണ്ട്, വായും കാറ്റും കയറി ഇറങ്ങാൻ. അന്നേരം അതിനകത്തൂടെ വെള്ളം ഒഴിക്കും. ഞങ്ങൾ അഥവാ റൂമിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ വെള്ളം ഒഴിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങള് പ്രേയറിന് പോയതിന്റെ ശിക്ഷയായിട്ട് അമ്മച്ചിയാണോ ചെയ്യുന്നത്, പപ്പയാണോ? അമ്മച്ചിയാ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പപ്പയും കൂടെ ചെയ്യിപ്പിക്കും. വന്നു പറഞ്ഞ് പപ്പയെ ദേഷ്യപ്പെടുത്തും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചാലും വല്യമ്മ ചോദിക്കും, പപ്പയോട് പറയും അവരെ അവിടെ പോയേക്കുന്നതാണ്, പെയ്ത്തോപ്പിയെല്ലാം പോയി കറങ്ങി ഇടിച്ചിട്ട് വന്നതാണ്, ഇപ്പഴാ അവർക്ക് വെള്ളം കുടിക്കാൻ സമയമായത്. അന്നേരം പപ്പ ഇതൊന്നും അറിയാത്തത് കൊണ്ട് അമ്മച്ചി പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മളോട് കാണിക്കും. അപ്പോഴത്തെ ഇവർ ഇപ്പോഴൊന്ന് വെള്ളം കുടിക്കാൻ സമയം കിട്ടിയേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫെയ്ത്തും പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ അനുവാദമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കുടിക്കാൻ അനുവാദമില്ല. അപ്പോഴങ്ങനെ എതിർപ്പുകൾ കൂടി വന്നു. ഞങ്ങള് പലപ്പോഴും പ്രേയറിന് പോയിട്ട് തിരികെ വരുമ്പോൾ കതവെല്ലാം അടച്ചിട്ട് ആട്ടിൻകൂട്ടിൽ ആടിന്റെ അടുത്ത് പോയി കിടന്ന് അവിടെ കുത്തിയിരുന്ന് ഉറങ്ങുന്ന രാത്രികളൊക്കെ ഒത്തിരി ഉണ്ടായി. അങ്ങനെ ഇതെല്ലാം നമ്മളിപ്പോ 1-2 പ്രാവശ്യം പറഞ്ഞെങ്കിൽ അതങ്ങ് ഇത് സ്ഥിരം അങ്ങ് ആയി വന്നു. അത് അമ്മ പറഞ്ഞു നമുക്ക് പോവേണ്ടത് പോകാം. അത് ഞങ്ങൾ ക്ലാസ്സിന് കോളേജിലൊക്കെ പോയി തുടങ്ങിയ ആ സമയമായപ്പോൾ വീട്ടിൽ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചർച്ചിൽ എവിടെയെങ്കിലും പ്രേയറോ ഉപാസ പ്രാർത്ഥന ചർച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തങ്ങ് കയറി ഇരുന്ന് ക്ലാസ് കട്ടായാലും കുഴപ്പമില്ല, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ പൊയ്ക്കോളാം. അന്നേരം വീട്ടിൽ നിന്ന് അമ്മയുടെ അനുവാദം കിട്ടി. അത് ഞങ്ങള് ക്ലാസ്സിന് പോവാണെന്നുള്ള അറിവില് ഞങ്ങള് ഫെയ്ത്തോമ്പിൽ പോകും. അങ്ങനെ കിട്ടിയ ആ ഒരു ആത്മീയമായ ഒരു വളർച്ചയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് ബൈബിള് വായിക്കാൻ സ്വാതന്ത്ര്യമില്ല, പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ല, ചർച്ചിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല. ഈ പ്രതികൂലങ്ങളൊക്കെ ഏറിക്കൊണ്ടിരിക്കുമ്പോഴും അതായത് ചുറ്റുപാടുള്ള അമ്മയുടെ ബന്ധുക്കാരെല്ലാം എതിർപ്പായി, പപ്പയുടെ ബന്ധുക്കാരെല്ലാം എതിർപ്പായി, ചുറ്റുപാടുള്ള എല്ലാവരും എതിർപ്പായി. അവസാനം ഞങ്ങളോട് ഫൈറ്റ് തുടങ്ങി. നിങ്ങളൊക്കെ എന്തിനാ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നത്? നിങ്ങൾ പപ്പയും വല്യമ്മച്ചും പറഞ്ഞതുപോലെ അങ്ങ് തിരികെ പള്ളി പോയാ പോരെ, എന്തിനാ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനെങ്കിലും പട്ടിണി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കഷ്ടത അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അനുസരിക്കാതെ അല്ലെങ്കിൽ പെയ്ത്തോമി മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് എടുക്കുന്നേ ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു സത്യദൈവത്തെ കണ്ടിട്ടുണ്ട്, ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്ത് കഷ്ടത വന്നാല് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, ഞാനും എന്റെ കുഞ്ഞുങ്ങളും പോവും, പക്ഷെ എന്റെ അച്ഛനും വരും, എന്റെ കുടുംബവും വരും എന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസങ്ങളിൽ മുമ്പോട്ട് പോയി പ്രതികൂലങ്ങൾ കയറിക്കൊണ്ടൊക്കെ ഇരുന്നു. ഒരു ദിവസം അമ്മ എന്റെ കൊച്ചുനാൾ അതിന്റെ ഇടയ്ക്കൊന്ന് പറയാം, ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പപ്പ അങ്ങനെ പറഞ്ഞല്ലോ, പപ്പ ഇങ്ങനെ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് നാട്ടിൽ കടന്നു വന്നു. അതിന് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വല്ലപ്പോഴും പോകുന്ന പോക്കും കൂടെ അതങ്ങ് നിന്നു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും. എന്നിട്ട് അമ്മ പപ്പ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സില് നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ അവിടെ രജിസ്റ്റേർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അമ്മയ്ക്ക് അറിയാം, അത് അമ്മയ്ക്ക് മനസ്സിലുണ്ട്. അന്നേരം അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അപ്പോഴത്തേക്ക് പപ്പയ്ക്ക് 45 years ആയി. പപ്പയുടെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ അച്ഛന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയായിരുന്നെങ്കിൽ ആ ജോലി സമയത്തെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ചർച്ചിൽ പോകാം. അങ്ങനെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചർച്ചിലുള്ളവർ പറഞ്ഞു, എന്റെ അച്ഛനൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അന്നേരം എല്ലാരും എതിർത്തു. ഈ 45ാമത്തെ വയസ്സിൽ എവിടെ ഒരു ജോലി കിട്ടുന്നേ? ഒരിക്കലും കിട്ടത്തില്ല അമ്മമ്മേ, വേറെ എന്തെങ്കിലും പ്രാർത്ഥിക്ക്, വെറുതെ അതിന് പിന്നാലെ പ്രാർത്ഥിച്ച് സമയം കളയാതെ. അമ്മ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ കണ്ടെങ്കിൽ ആ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നെങ്കിൽ എന്റെ അപ്പൻ എനിക്ക് തരും, അതുകൊണ്ട് ഞാൻ ചോദിക്കും, എന്റെ ദൈവം എനിക്ക് തരും. അമ്മ നോക്കും, വേറൊരു വഴിയില്ല, ആലയത്തിൽ പോകണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ വേറൊരു വഴിയില്ല. ഞാൻ പറയാൻ വന്ന പ്ലാനൊക്കെ വേറെ, പക്ഷെ ഞാൻ ഇങ്ങനെ എന്താ പറയുന്നത് അറിയില്ല. എങ്കിലും അങ്ങനെ അവസാനം അമ്മ ഇങ്ങനെ ദൈവത്തോട് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ചർച്ചിലെ പാസ്റ്ററോടും പറഞ്ഞു, പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, കാരണം ഇത് നടക്കാത്ത കാര്യമാണ്. 45ാമത്തെ വയസ്സ് ഒരിക്കലും ഒരു ജോലി കിട്ടത്തില്ല. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാല് ഒരു ലെറ്റർ വന്നു. ഗവൺമെന്റ് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലെ പപ്പയ്ക്ക് ഒരു ജോലിക്ക് ഹാജരാവുക എന്നും പറഞ്ഞൊരു ലെറ്റർ വന്നു. അപ്പോഴും ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. അമ്മ സാക്ഷ്യം പറഞ്ഞു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവം ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. നീ
കഷ്ടതയൊന്നും സാരമില്ലെന്ന് എണ്ണുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് എന്റെ അച്ഛൻ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ദൈവത്തെ എത്ര ചോദിച്ചാലും മതി. അമ്മ കുറെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ ജോലിക്ക് പോകുന്ന തക്കം നോക്കി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം മീൻസ് എന്നാലും ഞങ്ങള് അമ്മയും അനിയനും അനിയത്തിയും പിന്നെ ഞങ്ങള് 4 പേരും ഇങ്ങനെ മാത്രം പോയി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത്രയും കഷ്ടത സഹിച്ചു, ഇനി കഷ്ടത സഹിക്കാൻ വയ്യ. ജോലി കൂടുമ്പോഴെല്ലാം എന്നു തീരും എന്റെ കഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാവശ്യം ആ പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടി മീൻസ് പാടുമ്പോൾ നമുക്ക് ഇപ്പോൾ ശരി വരും, പക്ഷെ ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് കഷ്ടത കൂടിക്കൊണ്ടിരിക്കുവല്ലേ. നമ്മൾ ഇസ്രായേൽ മക്കളെ ആരാധിക്കാൻ വിടാൻ പറഞ്ഞപ്പോഴും നമ്മള് ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് കഷ്ടത കൂടിയത്. അവർ പട്ടിണി കൂടിയത്, ഇഷ്ടികയുടെ അളവൊക്കെ കുറച്ചു, അതിന്റെ ഇതെല്ലാം കുറച്ച് വന്നപ്പോഴത്തേക്കും അവർക്ക് കഷ്ടത കൂടി. ഇനി എന്നാ എനിക്ക് ആരാധിക്കാൻ പോണ്ട, ഞങ്ങൾ ഇതിലും നല്ലത് മിസ്രൈമിൽ നിൽക്കുന്നതാണോ നല്ലത് എന്നുള്ള ചിന്തയൊക്കെ കയറി വന്നതുപോലെ. പക്ഷെ നമുക്ക് ആ ഒരു പോയിന്റ് വന്നില്ല. എന്ത് വന്നാലും ഞങ്ങൾ ഈ ദൈവത്തെ മുറുകെ പിടിക്കും, ആ ഒറ്റൊരു ചിന്ത കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. പപ്പ ഇങ്ങനെ പോകുന്ന സമയം നോക്കി ഞങ്ങൾ പോകും. പപ്പ എന്ന് 2 മണിയാകുമ്പോഴാണ് 1 മണിയാകുമ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത്. അതായത് ഞങ്ങള് 12:50, 55 ആകുമ്പോഴത്തേക്കും ചർച്ച അടുത്താണല്ലോ. ആ സമയം നോക്കി പെട്ടെന്ന് റൂമിനകത്തോട്ട് കയറും. ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉള്ളെന്നുള്ള ഭാഗത്തോടുകൂടി ഡ്രസ്സുകളെല്ലാം റൂമിനകത്ത് ഇങ്ങനെ ഒതുക്കി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം പപ്പ വരുമ്പോൾ അന്നേരം ഈ അമ്മച്ചി ഈ സമയം സൺഡേയിലത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. അന്നേരം പള്ളിയിലൊക്കെ പോയി അവിടെയുള്ള ഉപ്പാപ്പനും വലിയ പേരപ്പനും വലിയ പപ്പയും കൊച്ചു പപ്പയും ഒക്കെ ആ ഏരിയയിലുണ്ട്. ആ ഏരിയയിൽ അവിടെ എല്ലാം വീട്ടിലെല്ലാം കയറി ആകെ ഞായറാഴ്ച ഒരിക്കലാണ് ദൈവം അങ്ങനെ ചെയ്യിപ്പിച്ചു വെച്ചു. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. അത് ഏകദേശം 1-1:30 ആകുമ്പോഴേ ഈ വല്യമ്മച്ചും കയറി വരത്തുള്ളൂ. നമ്മുടെ വീട്ടിലായതുകൊണ്ട് ആ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് ഈ തക്കം നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അല്ല എങ്കിൽ നമുക്ക് എളുപ്പം വരും എന്ന് പറയുന്ന സൂചന വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം അമ്മച്ചി ഇതുപോലെ മുരിങ്ങയ്ക്ക പറിക്കാൻ പോയപ്പോൾ നമ്മുടെ വീട്ടില് ഒത്തിരി പറമ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വെട്ടുകല്ല് എടുക്കുന്ന കുഴിയിലോട്ട് ഈ മുരിങ്ങയ്ക്ക പറിച്ചതും അമ്മച്ചി അതിനകത്തോട്ട് വീണു. അമ്മച്ചിയുടെ അത് വീണ് കാല് ഒടിഞ്ഞു. അങ്ങനെ അമ്മച്ചി 2 വർഷം കിടപ്പായിരുന്നു. എല്ലാം ചെയ്ത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് എല്ലാം ചെയ്ത് 2 വർഷത്തോളം അമ്മച്ചി കിടപ്പായിപ്പോയി. അങ്ങനെ കിടപ്പായി പോയി. അന്നേരം ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ കടന്നു വന്നു. പക്ഷെ നമ്മൾ ഒരു സൈഡ് വെച്ച് നോക്കിയാൽ ആത്മീയമായ ഒത്തിരി സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. എങ്കിലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആഹാരം എടുക്കാൻ പോകുമ്പോൾ അമ്മച്ചി അവിടെ വിലക്ക് ചെയ്യും, എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ വിലക്ക് ചെയ്യും. ഈ ഒരു കാര്യത്തിനൊക്കെ ചെറിയൊരു സ്വാതന്ത്ര്യം കിട്ടി. 2 വർഷം അമ്മച്ചി കിടപ്പായി. അതിനുശേഷം അമ്മച്ചി പപ്പ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ചേച്ചി പപ്പയോട്, അല്ല ഞങ്ങളുടെ ചർച്ചിലെ ഒരു പാസ്റ്റർ ജോർജ് കുട്ടി എന്ന് പറയുന്ന പാസ്റ്റർ എന്റെ പപ്പയോട് ചോദിക്കുന്നു, പിന്നെ എന്റെ ചേച്ചിയെ വിവാഹം കഴിച്ചു തരാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു. അത് ഞങ്ങൾക്ക് സ്വപ്നം പോലും ഇല്ല പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അത്രമാത്രം എതിർപ്പുകൾ കടന്നു വന്നുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നൊരു വിവാഹം പോലും നടക്കുകയില്ല. കാരണം ഞങ്ങൾ പെന്തക്കോസ്തിലായതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹം പോലും നടക്കുകയില്ല. അങ്ങനെ അന്നേരം അമ്മ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ നോക്കിയല്ലേ ഇറങ്ങിയത്. എനിക്ക് എന്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം എന്റെ അപ്പൻ നോക്കിയത്തില്ല. ഈ ലോകത്തിൽ അപ്പൻ നോക്കിയില്ലേലും എന്റെ അപ്പൻ നോക്കുമെന്നുള്ള വിശ്വാസമൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ ശക്തമേറിയ വിശ്വാസത്തിന്റെ പിൻബലമാണ് ഞങ്ങൾ ഇന്നും ഈ നന്മ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ഇരിക്കുന്നത്. എന്റെ അമ്മ ദൈവത്തിന്റെ കൃപ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പാസ്റ്റർ വന്ന് ചോദിക്കുന്നു, പപ്പ വിശ്വാസി വന്നോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ അതാണ് അതിശയം. അത് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാനില്ല. സ്വപ്നം കാണുന്നവർ ഞങ്ങൾക്ക് മുമ്പോട്ടൊരു ഭാവിയില്ല, പഠിത്തത്തിലായാലും ഒന്നിനും ഒരു ഭാവി ഇല്ല എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെന്തക്കോസ്ത് കൂട്ടായ്മ ഇറങ്ങിയത് കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പപ്പയോട് പോയി ചോദിക്കുന്നു. അന്നേരം പപ്പ ഒന്നും പറയുന്നില്ല. അന്നേരം വീണ്ടും പാസ്റ്റർ ഒന്ന് ചോദിച്ചു, എന്റെ റിലേഷനാണ്. പപ്പ ധൈര്യത്തോടെ ചോദിക്കും, അവര് 11 പേരാണ്. അന്നേരം എന്റെ പപ്പയുടെ പെങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പെന്തക്കോസ്തുകാരെ കുറിച്ച് കുറെ അപവാദങ്ങൾ, അല്ലെങ്കിൽ അവർ അമേരിക്കയിലുള്ളവരാണ്, അമേരിക്കയിൽ പോവാനാണ്, പണം ഒത്തിരി കിട്ടാനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവര് പിന്നെ പെന്തക്കോസ്തിലേക്ക് പോയിരിക്കുന്നത്. അവര് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകും, അതിന് വേണ്ടിയിട്ട് ഈ പെന്തക്കോസ്ത് പിന്നെ എത്ര ഉപദ്രവിച്ചാലും എത്ര കഷ്ടത ചെയ്യിപ്പിച്ചാലും അവര് പോകാനുള്ളത് പോവും എന്ന് പറയും. അന്നേരം അവര് വാശി പറയുമായിരുന്നു, ഇവരെയൊന്നും കല്യാണം കഴിപ്പിച്ച് വിടരുത്, നമ്മുടെ പൈസ എല്ലാം കൊണ്ടുപോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടരുന്നൊക്കെ പറയും. ഈ ഒരു സന്ദർഭം കടന്നു വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അച്ഛനോട് അമ്മ പറഞ്ഞു അച്ഛനോട് എനിക്കിതിനകത്തൊന്നും മറുപടി പറയാനില്ല, എന്റെ കയ്യിൽ 1 രൂപ കാശ് പോലും ഇല്ല. അതുകൊണ്ട് പപ്പയോട് എന്റെ അച്ഛനോട് ചോദിക്കുന്ന അമ്മ പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ പോയി ചോദിച്ചവും പറഞ്ഞു,
നോക്കട്ടെ ആലോചിക്കാമെന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞു. അങ്ങനെ എന്റെ ചേച്ചിയുടെ വിവാഹം ഒരു പാസ്റ്ററേയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഒരിക്കലും പാസ്റ്ററയെ കളിയാക്കി അല്ലെങ്കിൽ പെന്തക്കോസ്തരെ കളിയാക്കി എന്റെ ഭവനത്തിൽ നിന്ന് ആദ്യം ആ ഒറ്റ ആലോചന വന്നുള്ളൂ. ആ ആലോചന ഒരു പാസ്റ്ററാണ്. അത് എന്റെ ചേച്ചി പാസ്റ്ററായിട്ട് കല്യാണം കഴിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉള്ളിലൊരു അഹങ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആത്മധൈര്യം കിട്ടി, കൂടുതലായിട്ട് കിട്ടി. കാരണം നമുക്കൊരു പാസ്റ്റർ അല്ലേ, ജോലിക്കാരനും അല്ല, ഒരു പാസ്റ്റർ അല്ലേ, ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ ആന്നൊരു ചിന്ത കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പൂർണ്ണ സ്വാതന്ത്ര്യമായി. ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ചേട്ടൻ ഇടപെടുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആത്മീയ കൂട്ടായ്മയിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കൂടെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആരാധനയ്ക്കൊക്കെ പോയി തുടങ്ങി. ചേച്ചിയെ കല്യാണം കഴിച്ച സമയത്ത് ചേച്ചിയുടെ ഒരു നാത്തൂനും കുടുംബം ഡൽഹിയിലാണ്. ഫിലിപ്പ് എബ്രാം എന്ന് പറയുന്ന പാസ്റ്ററും കുടുംബമാണ്. അന്നേരം അവര് ചേച്ചിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. ഞാനപ്പോഴത്തേക്ക് പഠനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ പഠിച്ചു. ഇന്ന് തീർന്നു, നാളെ തൊട്ട് എനിക്കിനി പോവണ്ട, ഞാനിനി എവിടെയെങ്കിലും പോയി നോക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ചേച്ചി ഇന്ന് വരുന്നു, നാളെ തൊട്ട് എനിക്ക് പോകണ്ട, ഇന്നാണ് എന്റെ കോഴ്സ് തീരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ചേച്ചി വന്നു. ആ ചേച്ചിയുടെ നാത്തൂൻ കുടുംബം വന്നപ്പോൾ, ആ ഫിലിപ്പ് എബ്രാം പാസ്റ്ററും കുടുംബം വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോളെ ഇപ്പൊ എന്തെടുക്കുക? ഞാൻ അന്നേരം ഇങ്ങനെ പഠിച്ചിട്ട് നിൽക്കുവാണ്, എന്റെ കമ്പ്യൂട്ടർ കോഴ്സ് തീർന്നു, എനിക്ക് എന്തെങ്കിലും നോക്കണം, ഒന്നി പഠിക്കണം അല്ലെങ്കിൽ ജോലിയെല്ലാം നോക്കണം എന്ന് പറഞ്ഞു. എന്റെ ചേച്ചി കല്യാണം കഴിച്ച് ഇട്ടത് പുല്ലൂരാണ് എങ്കിലും അവര് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നമുക്കൊരു ചിന്തയുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തും സ്തോത്രം എറണാകുളത്തും നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ജോലി കിട്ടുന്ന സ്ഥലമാണല്ലോ. അന്നേരം ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നെ അവിടെ കൊണ്ടുപോകും, ചേട്ടനും ചേച്ചിയും കുടുംബം ഉണ്ടല്ലോ, അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, എനിക്ക് അവിടെ പോകാം, അത് എല്ലാ ദിവസവും സൺഡേയിൽ ആരാധനയ്ക്കും മീറ്റിങ്ങിനും എല്ലാം പങ്കെടുക്കാൻ ഞാൻ അവിടെ പോയി ഒരു ജോലി പഠിക്കും. ഇങ്ങനെ സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ കടന്നു വരുന്നത്. അന്നേരം എന്നോടൊരു ദൈവികാലോചന, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോടൊരു ദൈവികാലോചന ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ മാറ്റി പാർപ്പിക്കാൻ പോവാണെന്ന്. അന്നേരം ഞാൻ ഇത്രേ ചിന്തിച്ചോളൂ, എന്റെ ചേച്ചിയുടെ അടുത്ത് പോകും, ജോലി അവർ മേടിച്ചു തരും, ഞാൻ അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡൽഹിയിൽ നിന്ന് ഒരു കുടുംബം വരുന്നത്. കുടുംബം വന്നപ്പോ, മോളെ നീ ഞങ്ങളിവിടെ വരുന്നുണ്ടോ? ഞാൻ എന്റെ ഈ കഷ്ടതയും പ്രയാസങ്ങളും കൊണ്ട് എന്റെ അമ്മ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് എന്റെ മനസ്സിൽ കിടക്കുമ്പോ, ഡൽഹി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസം ദൂരെ യാത്രയുണ്ട്? 3 days ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഭാരമായി, 3 days കുത്തിയിരുന്നിട്ട് വേണം എന്റെ അമ്മ അതൊന്ന് കാണണമെങ്കിൽ തിരികെ വരാൻ. ചേച്ചിയുടെ അടുത്താണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി എനിക്ക് തീരുമാനമായി എന്നെ പറഞ്ഞു വിടുക എന്നുള്ളത്. അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് ഞാൻ 2.5 വർഷക്കാലം, ഞാൻ ഷോർട്ടായിട്ട് പറയാം, എന്റെ പിന്നിലൊക്കെ ഒത്തിരി കഷ്ടതയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് കടന്നുപോയി 6 മാസത്തോളം എനിക്ക് ഹിന്ദി ഭാഷയൊന്നും അറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സുഗമ പരീക്ഷയൊക്കെ ഇട്ടുണ്ട്, ഹിന്ദിയുടെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ എക്സാമിലൊക്കെ എനിക്ക് 50 out of 49, 48 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേരം 45 കുറയാതെ എനിക്ക് ഈ 10th വരെ പോയിക്കൊണ്ടിരുന്നത്, 10th-ലില്ല 9th വരെ. അന്നേരം ഹിന്ദി സംസാരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒന്നും അറിയില്ല. അന്നേരം ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം ജോലിയൊക്കെ കിട്ടി, ചെന്ന ഉടനെ ദൈവത്തിന്റെ കൃപ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് അവിടെ നേരത്തെ ജോലി ചെയ്തവരൊക്കെ കള്ളം പറഞ്ഞ്, അവര് തെറ്റ് ചെയ്തയാണെങ്കിൽ അവര് കള്ളം പറഞ്ഞ് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദി ഭാഷ അറിയാത്തവർ ചെയ്തതാണെന്നുള്ളൊരു പോരായ്മ ആ കമ്പനിയിലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഞാനാണെങ്കിൽ ഒത്തിരി വിഷമമായി, ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ചോദിച്ചിട്ടല്ല, ഒരു മാറ്റിപ്പാർപ്പിക്കൽ ഉണ്ടെന്ന് ഞാൻ ദർശനം കണ്ടു, ദൈവിക വാഗ്ദത്തം കണ്ടു, പക്ഷെ അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണോ അത് എന്നെ നിറവേറ്റി തരണേ. അതുപോലെ എന്നെ ഹിന്ദി ഭാഷ അറിയാത്തത് കൊണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഞാൻ അങ്ങനെ 6 മാസം പ്രാർത്ഥിച്ചു. ഞാൻ ഡിക്ഷണറി നോക്കിയില്ല, ഒന്നും പുസ്തകം വായിച്ച് പഠിച്ചില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ എന്റെ ദൈവം എനിക്ക് നാവിൽ ഹിന്ദി സംസാരിക്കും, ആരുടെ അനുവാദം ഇല്ലാതെ എനിക്ക് ഹിന്ദി സംസാരിക്കും ദൈവം എനിക്ക് കൃപ തന്നു. അത് പരിശുദ്ധാത്മ ഞാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ആ ഭാഷ കിട്ടിയത്. ഞാൻ 6 മാസം പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, കർത്താവേ അങ്ങയുടെ ഹിതം എന്നെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണോ എന്നെ നിറവേറ്റി തരണം. അങ്ങനെ ഞാൻ 2.5 വർഷക്കാലം ഡൽഹിയുടെ പ്രദേശത്തായിരുന്നു. ആരും അറിയാത്ത അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു മിനിറ്റ്, ഒരു കൂടിപ്പോയി 1/2 മണിക്കൂർ പരിചയമുള്ള പ്രിയപ്പെട്ടവരുടെ കൂടാണ് ഞാൻ പോകുന്നത്.
എന്നിട്ട് എനിക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു, കർത്താവെ ഇത് ആരായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്താൽ വഴക്ക് പറയുമോ, പ്രത്യേകിച്ച് എല്ലാരെയും വിട്ടു പോകുന്നു എന്നുള്ളൊരു ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷെ ഒരു കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുവിശേഷ വേല എന്താണെന്ന് മനസ്സിലാക്കാനും ഒരമ്മ, ഒരു ചേച്ചി എങ്ങനെ സ്നേഹിക്കുന്നു ആ സ്നേഹം എനിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടി. കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനും ഏത് കാര്യം ചെയ്താലും എനിക്ക് ഒരു അമ്മയോട് ചേച്ചിയോട് ചോദിക്കുന്ന പോലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആലയത്തിലാണ് ഞാൻ താമസിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ആത്മീയമായി വളരുവാനിടയായി തീർന്നു. എല്ലാ രാത്രി കാലങ്ങളും ഞാൻ ഒത്തിരി കരഞ്ഞു. ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടത പ്രയാസം നമ്മൾ ഇവിടെ വന്നപ്പോൾ സഹിക്കുന്നു, നല്ല കഷ്ടതയൊക്കെ മാറി. പക്ഷെ ഇനി മുമ്പോട്ട് എന്താണ് എന്നുള്ളത് അറിയില്ല. എന്റെ അമ്മ പപ്പ എന്റെ പപ്പ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഈ ലെറ്ററിനകത്ത് എഴുതും. എന്റെ പപ്പയോട് ഞാൻ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. അതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതും. പപ്പ, നമ്മളിങ്ങനെ വിശ്വാസത്തിൽ വരണം, ദൈവത്തെ അറിയണം, പപ്പ സ്നാനപ്പെടണം, നമുക്ക് അത് മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ മുമ്പോട്ട് ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതും. അത് പപ്പ കിട്ടുന്നൊന്നും പറയത്തില്ല. നമുക്ക് ഇപ്പോഴത്തെ സൗകര്യമൊന്നും ഇല്ലല്ലോ പപ്പയോട് നേരിട്ട് സംസാരിക്കാനുള്ള. അന്നേരം നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ കടന്നു വന്നു. എന്റെ വിവാഹം നടന്നു. അങ്ങനെ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇരുന്ന ചർച്ചിലെ പാസ്റ്റർ ചോദിച്ചു, മോളെ എനിക്ക് തരാമോ, ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആലോചന വന്നു. അത് ആ പാസ്റ്റർ ഇടയ്ക്ക് നിന്ന് സംസാരിച്ചു. എന്റെ വിവാഹം നടന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ വെറും 10 ദിവസം മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയിലൂടെ ഗുജറാത്തില് കർത്താവിന്റെ വേലയില് ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നു. അപ്പോഴത്തേക്കെല്ലാം എന്റെ ഉള്ളില് പ്രയാസമുണ്ട്. ഇനി എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, കർത്താവിന്റെ വേല, ഞങ്ങൾ 4 പേരും മിഷണറി കുടുംബമായിട്ട് തീരുമെന്നൊക്കെ ദൈവിക വാഗ്ദത്തമുണ്ട്. എന്റെ മനസ്സിലും അതാണ്. ആ ദൈവിക വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതിൽ എനിക്ക് എന്നത്തോ എതിർപ്പൊന്നുമില്ല. അതും ചേച്ചിയുടെ അതുപോലെ ഒറ്റ ആലോചനയാണ് എനിക്ക് വന്നത്. ആ ദൈവത്തിന്റെ കൃപയാല് ഞാനും മുമ്പ് ദർശനം കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ കുടുംബജീവിതം ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ കഷ്ട പ്രയാസങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഭയമുള്ള, ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയെ എനിക്ക് തരണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഒന്നുകിൽ എനിക്ക് പേര് അല്ലെങ്കിൽ ആ വ്യക്തി ഏതാണെന്ന് കാണിച്ചു തരണം. അന്നേരം ഒരു ദേവദാസൻ, നമ്മൾ ആലോചന നടത്തിയ പാസ്റ്ററിന് ഇങ്ങനെ പാസ്റ്റർ കടന്നു വരുന്നു, അതിന്റെ പുറകില് ആ ഒരു ദേവദാസൻ ഇങ്ങനെ കടന്നു വരുന്നു, ഡ്രസ്സും എല്ലാം കാണിച്ചു തന്നു. ദൈവത്തിന്റെ കൃപയാല് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഒരു ആലോചന വരുവാണെങ്കിൽ അമ്മ അത് സമ്മതിക്കണം. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ നിന്ന് കടന്നു വന്നപ്പോഴേ വിവാഹം നടക്കുന്ന ഒരു അന്തരീക്ഷം, ചേട്ടൻ അല്ലെങ്കിൽ വീട്ടിലെ ആലോചന നടക്കുന്ന എനിക്കൊരു സൂചന കിട്ടിയപ്പോൾ നമുക്ക് അതിന് മുന്നേ വരെ പ്രാർത്ഥിച്ചില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങിച്ചു. എന്ന് പറഞ്ഞ ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവഭയവും ദൈവസ്നേഹം ഉള്ളതാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ നമുക്ക് കുടിച്ചിട്ട് സമാധാനത്തോടെ കിടക്കാമല്ലോ. ഞങ്ങളെ അനുഭവം വെച്ച് എല്ലാം ഉണ്ടായിട്ടും ഞങ്ങൾ പട്ടിണി, കഷ്ടത, പ്രയാസം, ഉപദ്രവങ്ങൾ, അതിന്റെ ഒരു വലിയൊരു ഇതാണ്. സ്വന്തം ഭവനത്തിൽ പോലും പ്രാർത്ഥനയ്ക്ക് പോയാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇനിയെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കണം, ഇനിയെങ്കിലും ഒരു സ്നേഹം കിട്ടണം, ആ ഒരു ഒറ്റൊരു ചിന്തയുള്ളായിരുന്നു. അങ്ങനെ കടന്നു. ദൈവത്തിന്റെ കൃപയില് ആലോചനയൊക്കെ നടന്നു, വിവാഹം നടന്നു. 10 ദിവസം കല്യാണം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി ഗുജറാത്തിന്റെ പ്രദേശത്ത് കടന്നു വന്നു. അന്നേരം നമുക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം പോലെ എടുക്കുന്ന ഒരു അന്തരീക്ഷം കൂടെ കടന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. പിന്നെ ഉള്ളിൽ ഞാൻ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഭയമുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരോട് പറയും, എങ്ങനെ ആയിത്തെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ സംശയം വരാൻ കാരണം ഒരു സൈഡില് ദൈവത്തോട് ആശ്രയം ഉണ്ടെങ്കിലും അത്രയ്ക്ക് കുറച്ച് ആ ഒരു ബലം കിട്ടുന്നില്ലല്ലോ. അത്രയും നമ്മൾ അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ആത്മീയ അന്തരീക്ഷം വിലയുള്ളായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നേടിയെടുക്കുന്ന ആ ഒരു കൃപ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബലഹീനത അല്ലെങ്കിൽ ഒരു ധൈര്യം കുറയുന്ന പോലത്തെ അവസ്ഥകളൊക്കെ വരും, അല്ലെങ്കിൽ ഒരു ഭയം. എന്തായിത്തീരും, എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ആരോടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഗുജറാത്ത് ദേശം കാണുന്നത്. അങ്ങനെ ഇവിടെ കടന്നു വന്നു. അന്നേരം ഇവിടെ കടന്നു ദൈവത്തിന്റെ കൃപ ഞാൻ പറഞ്ഞല്ലോ, 23 വർഷത്തിന് മുമ്പേ പാസ്റ്റർ ഇവിടെ വന്നു നേടിയെടുത്ത ആ ഒരു ചർച്ചാണ് ഇവിടെ. അന്നേരം പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആലോചന കൊടുത്തു. ഒരു വെള്ള പാന്റും ഉടുപ്പും ഇട്ടിട്ട് ഇവിടെ നിൽക്കുക, ഞാൻ നിനക്ക് വേണ്ടി ആത്മാക്കളെ തരും. പാസ്റ്റർ 3 മാസം പാസ്റ്ററിനെ ഇടയ്ക്ക് പറഞ്ഞെങ്കിലേ എന്റെ ജീവിതം കൂടെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം 3 മാസം പാസ്റ്റർ സൈക്കിൾ എടുത്ത് ഇവിടെ എല്ലാം റൗണ്ട് ചെയ്ത് നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചർച്ചിൽ ആരുമില്ല. 3 മാസം ഒറ്റയ്ക്ക് ഈ പ്രാർത്ഥനയും എല്ലാം സ്വത്താഴ്ച എടുക്കുന്നതും പ്രാർത്ഥന ചെയ്യുന്നതും ആരാധിക്കുന്നതും സാക്ഷ്യം പറയുന്നതെല്ലാം ഒറ്റയ്ക്ക്. അന്നേരം എല്ലാം ഈ പാസ്റ്റർ ഇതുപോലെ കടന്നു വന്ന ഒത്തിരി പിന്നിൽ കഥകളുണ്ട്. അന്നേരം അങ്ങനെ കടന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഈ ദേശത്ത് നിന്ന് ആത്മാക്കളെ തരണം. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക്
20 രൂപയ്ക്ക് വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്ററുടെ ദൈവം ഇങ്ങനെ സംസാരിച്ചു. നമ്മൾ അന്നും വാടകയ്ക്കാണ്, വാടകയുടെ വീടിന്റെ വാതിൽക്ക് അവിടെ തന്നെ നിൽക്കണം, റൂമിന്റെ വാതിൽക്ക് കതവ് അടച്ചിട്ട് ഫ്രണ്ട് നിൽക്കണം, വെള്ള പാന്റ് വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. ദൈവാത്മാ പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നേവി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഞങ്ങൾ ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരമുണ്ട്. ആ നേവിയുടെ സ്ഥലത്തുനിന്ന് ഒരു മനുഷ്യൻ, വിജയഭായ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, ബെൻസൺ പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. ഈ വീട്ടിൽ കടന്ന് നേരിട്ട് വന്ന് ചോദിക്കാം. ഒരു പഞ്ചാബി മനുഷ്യനാണ്. ആണെന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങനെ ദൈവാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു, ഈ നയൻ ഈ മുംബൈ ബ്ലോക്കിലുള്ള ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ അഡ്രസ് ആ പഞ്ചാബി വിജയ് ഭായ് എന്ന് പറഞ്ഞ ആ സഹോദരന് കാണിച്ചു കൊടുത്തു. അതേസമയം ദൈവം ഇവിടെ ഇടവിട്ടു, ഇന്ന ഡ്രസ്സ് ധരിച്ചിട്ട് വാതൊക്കെ നിൽക്കണമെന്ന്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് കാണിച്ചു, ഞാൻ ഇവിടെ കടന്നു വന്നിട്ട് 7 കുടുംബത്തെ നേടിയിട്ടുണ്ട്. അത് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അറിയില്ല. ഞാനൊരു പാസ്റ്ററല്ല, ഞാനൊരു ജോലിക്കാരനാണ്. എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ പാസ്റ്ററിനെ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പരിചയമില്ല. അതിന്റെ കഷ്ടത പ്രയാസം പാസ്റ്റർ പലതവണ ആരും ഇല്ലല്ലോ, ആരും വാടകയ്ക്കാണ് താമസിക്കുന്നത്, ആ സെന്ററിൽ നിന്ന് വല്ലതും കിട്ടുന്നത് വാടകയ്ക്ക് കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ പാസ്റ്റർ പലതവണ പട്ടിണി കാരണം ക്ഷീണിച്ച് അല്ലെങ്കിൽ തല ഇറങ്ങി പലതവണ റോഡിലൊക്കെ വീണിട്ടുണ്ട്. അവിടെങ്ങളിൽ ആരൊക്കെയോ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പ് ഇട്ടു, വീണ്ടും ഭവനത്തിലൊക്കെ വന്ന് പലതവണ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോഴൊക്കെയാണ് അങ്ങനെ ഈ 47ഓളം പേര് അന്നത്തെ ഹിന്ദിക്കാരായിട്ട് മാത്രമുണ്ട്. അങ്ങനെ അതെല്ലാം പാസ്റ്റർ 3 വർഷത്തോളം അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. ട്രാൻസ്ലേഷനൊക്കെ ദൈവം ഒരുക്കി കൊടുത്തു. അത് പാസ്റ്റർ കഥ പറഞ്ഞാൽ ഒത്തിരി നമ്മള് കഷ്ടത, ഒത്തിരി പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാൻസ്ലേഷൻ ആൾക്കാരെ വേണം. അങ്ങനെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറയുമ്പോൾ ഇതിനെക്കാട്ട് നല്ല ഇതിലായിട്ട് പറയും, പക്ഷെ ഞാനത് കേട്ടിട്ട് പറഞ്ഞ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോയിക്കുമ്പോൾ പാസ്റ്ററിന്റെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുവാൻ. അന്നേരം ടിക്കറ്റ് എടുക്കുന്ന കാര്യം പാസ്റ്ററിന് അറിയത്തില്ല. അന്നേരം ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ സ്കോഡ് പിടിച്ചു, റെയിൽവേ സ്കോഡ് പിടിച്ചു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് കയ്യിലില്ല. അന്നേരം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്കിലും കയ്യിൽ വേണം, അത് പാസ്റ്റിനില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നു. അവരോട് പറയാൻ പറ്റത്തില്ലോ, ദൈവം എന്നോട് സംസാരിച്ച് ഇങ്ങനെ നടന്നെയാണ്, ഞാൻ ഇങ്ങനെ നടക്കാൻ വന്നതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പാസ്റ്റർ പേടിച്ചു. അവര് റെയിൽവേ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടു. അന്നേരം 3 പേരാണ് പാസ്റ്റിനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത്. അന്നേരം പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നടക്കുവാൻ, പ്ലാറ്റ്ഫോമിലൂടെ നടക്കാനാ പറഞ്ഞത്, ടിക്കറ്റ് എടുക്കുന്ന കാര്യം എനിക്ക് അറിയില്ല, പക്ഷെ എന്നെ ഇതാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കയ്യൊപ്പിയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഈ 3 പേരിൽ ഒരു വ്യക്തി ചോദിച്ചു, പാസ്റ്റേ മലയാളിയാണോ? പാസ്റ്റർ എന്താണ് ഇവിടെ, ഹിന്ദിയിലാണ് ചോദിച്ചത്, താങ്കൾ എവിടെ എന്താണ് ജോലി ചെയ്യുന്നത്, അത്യാഗ്രത്തേന്ന് ചോദിച്ചു. അതിനും പറഞ്ഞ്, ഞാൻ ഇവിടെ ചർച്ചിൽ ഒരു പാസ്റ്ററാണ്, ഞാൻ 3 മാസമായി ഇവിടെ വന്നിട്ട് എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഈ നിയമം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്ററിന്റെ 20 രൂപ പാസ്റ്റർ പറഞ്ഞ് എനിക്ക് ഫൈന് തരാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. 20 രൂപ പാസ്റ്റർ കയ്യിൽ പേഴ്സിലുള്ളായിരുന്നു. അത് 350 രൂപ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇവരെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത്, ഈ പാസ്റ്ററിനെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരം ഒരു വ്യക്തി മലയാളത്തിൽ ചോദിച്ചു, പാസ്റ്റർ ചർച്ചിലെ പാസ്റ്റർ ആണെങ്കിൽ ഞാൻ 3 മാസമായി പാസ്റ്റർ ഇവിടെ വന്നിട്ട് ഒരു ചർച്ച അന്വേഷിച്ച് നടക്കുമായിരുന്നു, ആ സമയത്ത് പാസ്റ്റർ ഇങ്ങനെ ഒരു കിട്ടിയത്. അന്നേരം പിന്നെ പാസ്റ്റർ ധൈര്യത്തോടെ മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങി. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്നു വന്നത്, ടിക്കറ്റിന്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് പാസ്റ്ററിനെ ഈ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആ റെസിപ്റ്റ് എടുത്ത് പോക്കറ്റിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ വീട്ടിന്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞതാ, ഞങ്ങള് സൺഡേയിൽ അവിടെ വരാമെന്ന്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് നമ്മൾ പറഞ്ഞല്ലോ, വിജയഭായ് എന്ന് പറഞ്ഞ നേടിയെടുത്ത 7 കുടുംബം 47 പേരുണ്ടായിരുന്നു. അവരോടൊപ്പം ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഈ റെയിൽവേ ജോലി ചെയ്യുന്ന 3 പേരെയും കിട്ടി. അങ്ങനെ പാസ്റ്റർ ദൈവത്തിന്റെ കൃപയാൽ മുമ്പോട്ട് കൊണ്ടുപോയതാണ്. ഈ 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ്. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ, ഇച്ചിരൂടെ സൗണ്ട് വരുന്നില്ല, ഇച്ചിരൂടെ ഉറക്കെ സൗണ്ടിൽ വേണം. പിന്നെ പാസ്റ്ററിന് ഒത്തിരി അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ദേവദാസൻ ടെസ്റ്റ് മണി പറയാൻ വരുമെങ്കിൽ നമുക്ക് ദേവദാസന്റെ ഒരു ടെസ്റ്റ് മണി എടുക്കാം. ഓക്കെ.
ഓക്കെ, സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേലയില് ഞാൻ പറഞ്ഞല്ലോ, മാരേജ് കഴിഞ്ഞ് 10 ദിവസം കൂടെ കടന്നു വന്നു. കടന്നു വന്നതിന് ശേഷം ഞങ്ങള് പിന്നെ ഒരു മാസം, അന്നേരം പാസ്റ്റർ നാട്ടിൽ പോകുന്നതിന് മുന്നേ, നാട്ടിൽ വന്നിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അത് ഈ നാട്ടിൽ പോകുന്നതിന് മുന്നേ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ കുറഞ്ഞു. തീരെ ഇടുങ്ങിയ വീടാണ്. നമ്മള് ജസ്റ്റ് ഒന്ന് തിരിയാൻ, ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അടുക്കള നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ജസ്റ്റ് ഒരു പാതാമ്പുറം പോലെ ജസ്റ്റ് സ്ലാബ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ജസ്റ്റ് സ്റ്റൗ വെക്കാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഒരു ഒരു കൈയുടെ നീളത്തിലുള്ള 3 തട്ടേ ഉള്ളൂ ഒരു അലമാരി അടുക്കളയിലെ സാധനങ്ങളൊക്കെ വെക്കാൻ. ഒരു വളരെയധികം ബുദ്ധിമുട്ട്. ഞാനിവിടെ കയറുന്ന കർത്താവെ, ഞാൻ എന്നെ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ മടുത്തിട്ട് അവസരം പറഞ്ഞു, കർത്താവെ ഏത് അവസ്ഥ കൂടെ എന്നെ കടത്തി വിട്ടാലും എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാൻ ഒരു ദൈവിക കൃപ കർത്താവെ തരണേന്ന്. എവിടെ നോക്കിയാലും ഒരു ചുരുങ്ങിയ ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ഒരവസ്ഥ, ആരെങ്കിലും എന്തെങ്കിലും വന്നാലും നമ്മൾ ഇഷ്ടം പോലെയുള്ള സമയത്തും ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ കടന്നു വരുമ്പോൾ ഇതിനെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു ദൈവ കൃപ വേണം. എന്നാൽ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചോദിച്ച, കർത്താവ് ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും എനിക്കൊരു പ്രത്യേകം ഒരു അഡ്ജസ്റ്റ്മെന്റ് മൈൻഡ് ചെയ്യുവാനുള്ള ഒരു ദൈവിക കൃപ തരണേന്ന്. അങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞു. പാസ്റ്റർ ഇതെല്ലാം മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ എല്ലാം തീരാറായി. എന്റെ കുടുംബ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാലും ഞാൻ ഈ ഒരു മാസം കൊണ്ടുള്ള അടുക്കളയിലെ സാധനങ്ങളെല്ലാം തീർന്നു. മെയിനായിട്ടുള്ള അരി, ഗോതമ്പ്, റൊട്ടി, ചപ്പാത്തി കൊണ്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി, പഞ്ചസാര, ഇത് 3 തീരെ ഒട്ടുമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും അതിന് മുന്നേ ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു. ഈ മാരേജ് കഴിഞ്ഞപ്പോൾ എല്ലാ ട്യൂസ്ഡേയിലും ഉപവാസം എടുക്കും. അത് ഞാനിങ്ങനെ രാവിലെ എല്ലാം ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ട്യൂസ്ഡേ ഉപവാസം എടുക്കും. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഉപവാസത്തോടെ ഇരുന്നപ്പോ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ എന്റെ ഇടയ്ക്ക് പോയി പേഴ്സ് നോക്കിയപ്പോ പേഴ്സ് കാലിയാ, പേഴ്സിനകത്തൊന്നും ഇല്ല. അന്നേരം എനിക്ക് പറയണം മടിയെന്ന്, കാരണം പേഴ്സിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ പറയും, ആഹാരം ഇല്ല അല്ലെങ്കിൽ തീർന്നു പോയി എന്ന് പറയാനുള്ളൊരു മനസ്സിലൊരു പേടി. അധികം പരിചയം, ഒരു മാസത്തെ പരിചയമൊക്കെയല്ലേ ഉള്ളൂ. അന്നേരം ഉള്ളിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മമാരൊക്കെ തീർന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ നിന്ന് എനിക്കൊരു ധൈര്യം വരുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥനയൊക്കെ തീർന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വൈകിട്ടത്തേക്കുള്ള ആഹാരത്തിനുള്ള ഒന്നുമില്ല, ആരെങ്കിലും ഗസ്റ്റ് വന്നാലും കൊടുക്കാൻ തക്കവണ്ണം ഒന്നുമില്ല, തീർന്നെന്ന് പറയുന്നില്ല. അങ്ങനെ ആ ഒരു പോയിന്റ് കറക്കി കുത്തി ഒരു പരുവത്തിൽ അങ്ങ് അവതരിപ്പിച്ചു. അന്നേരം എന്നോട് പെട്ടെന്ന് പറഞ്ഞു, അതിനെന്താ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ ഉള്ളിൽ ഭയമുണ്ട്, വിഷമമുണ്ട്. കാരണം പേഴ്സിലൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ആ വ്യക്തിക്ക് കാണുമായിരിക്കും പെട്ടെന്ന് പൈസ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ആ കതവ് തുറന്ന് ഇറങ്ങുമ്പോൾ ഗേറ്റിന്റെ വാതൊക്കെ ഒരു മനുഷ്യൻ ഗേറ്റ് കൊട്ടുന്നു. ബെൻസൺ ബായി എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ വിളിക്കുന്നു. അന്നേരം പെട്ടെന്ന് നോക്കിയപ്പോ പോസ്റ്റ്മാൻ ആണ്. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഒരു മണി ഓർഡർ. എന്റെ കുടുംബജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന സംഭവമാണ്. എല്ലാം തീർന്നു എന്ന് തോന്നുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ 200 രൂപ മണി ഓർഡർ. എബ്രഹാം തോമസ് എന്നാണ്, അത് എബ്രഹാം കുരുവിള എന്നാണ് അങ്കിളിന്റെ പേര്. എറണാകുളത്ത് നിന്നാണ് വന്നത് ആ പൈസ. പക്ഷെ ആരാണ് എന്താണെന്ന് ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെ അറിയില്ല. ആ വ്യക്തി ആരാണ്, ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല. ഇത് നമുക്ക് തിരിച്ചു പറയാനുള്ള അന്നത്തെ ഫോൺ നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ വ്യക്തിയെ കണ്ടുപിടിച്ചിട്ടില്ല. എബ്രഹാം കുരുവിള എന്ന് പറയുന്ന ആങ്കിള് തന്ന 200 രൂപയാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുകയും വല്യമ്പിച്ച് പറഞ്ഞ വാക്യം, എന്ത് പ്രാർത്ഥിച്ചാലും, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടെ കിട്ടും. ഞാൻ കർത്താവിന്റെ പാദപീഠത്തിൽ കിട്ടും. ഞങ്ങൾ അങ്ങനെ ബാക്കി ഫില്ലിങ് ചെയ്യുമായിരുന്നു. കർത്താവിന്റെ യേശുപ്പച്ചന്റെ പാദപീഠത്തിൽ കിട്ടും. അമ്മച്ചി പറയും കൊടുക്കില്ല, അവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് പോകുമ്പോൾ കിട്ടും. തീർച്ചയായിട്ടും ആ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത് ആദ്യമായിട്ട് അനുഭവിച്ചൊരു കർത്താവിടേക്ക് നാളെയല്ല കിട്ടിയത്. ആ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ വൈകിട്ടത്തേക്കുള്ള ആഹാരത്തിനുള്ള പൈസ ഞങ്ങള് അരിയും മേടിച്ചു, പഞ്ചസാരയും മേടിച്ചു, ആട്ടയും മേടിച്ചു. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുടുംബജീവിതം മുമ്പോട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടില് മുഴുക്കുടിയനായ ഒരു മനുഷ്യൻ, റെയിൽവേയിൽ ഭയങ്കര ജോലിയുള്ള നല്ല സാലറി ഉള്ള ഒരു മനുഷ്യൻ. ആ കുടുംബജീവിതത്തിൽ 2 ആമക്കളുണ്ട്. ആ കുടുംബത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ ഏറിക്കൊണ്ടിരുന്നു. അങ്ങനെ ദൈവം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ വ്യക്തിയെ കണ്ടുമുട്ടി. ദൈവത്തിന്റെ വചനമൊക്കെ പതുക്കെ പറഞ്ഞു, സുശേഷമൊക്കെ പറഞ്ഞ് അവസാനം പാസ്റ്റിനെ ആ ഭവനത്തിൽ ക്ഷണിച്ചു. ആഴ്ചയിൽ ഒരിക്കലും ഒരു പ്രാർത്ഥന വെച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ കൃപയാല് വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രാർത്ഥനയുടെ ശക്തിയാല് ആ വ്യക്തി
മാനസാന്തരപ്പെടുവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു വർഷം കുറച്ചു നാൾ കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ടു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുടുംബത്തിലെ വേറെ അവരുടെ ബന്ധുക്കൾ ഞങ്ങളെ അടിക്കുവാൻ വേണ്ടി പ്ലാൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സൺഡേയിൽ ആരാധനയ്ക്ക് ഇങ്ങനെ ആരാധന എല്ലാം കഴിഞ്ഞു, എല്ലാവരും കടന്നുപോയ സമയത്ത് ഞങ്ങൾക്ക് ഒരു കോള് വന്നു. പാസ്റ്റർ ഭവനത്തിലാണോ? ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പാസ്റ്റർ ഇങ്ങനെ പിന്നെ പെട്ടെന്ന് ആരാധന കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ഒരു പനി പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചർച്ചിലൊരു വിശ്വാസി ആന്റി ഉണ്ട്, ലാലിന്ന ആന്റിയുടെ പേര്. ആ ആന്റിയുടെ അവിടെ പനിക്കുള്ളതെല്ലാം ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നേലുള്ളൂ, വലിയ സെറ്റപ്പ് നമുക്ക് ആയില്ല. അന്നേരം ആന്റിയുടെ അവിടെ പനിക്കുറുക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പെട്ടെന്ന് ആ ആന്റിക്ക് എന്തോ തോന്നി ഞങ്ങളെ വിളിച്ചു. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യ, എനിക്കൊരു ഇച്ചിരി കാപ്പി കിട്ടിയാൽ കൊള്ളാം. ഒന്നുമില്ല ഇവിടെ, കാപ്പിയുടെ ഐറ്റങ്ങളൊന്നും ഇല്ല, വെറും കാപ്പി ഇടാനേ ഉള്ളൂ എന്ന്. പാസ്റ്റർ ഒരു കാര്യം ചെയ്ഞ്ഞു വാ, ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആന്റിയുടെ ദൈവാത്മാവ് ഇടപെട്ടു എന്ന് അനുഭവത്തിൽ നിന്ന് പറയാം. ഞങ്ങൾ ഈ പനിയുടെ പെട്ടെന്നൊരു പനി പിടിച്ചു. ഞങ്ങൾ ആ ഭവനത്തിലോട്ട് പോയതും ഞങ്ങള് ജസ്റ്റ് ആ ടെറസിന്റെ മണ്ടിൽ നോക്കിയപ്പോൾ ഫ്രണ്ടില് ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മനുഷ്യൻ, 2 പേര് അവിടെ വന്ന് നിന്നിട്ട്, ഒരാള് വെളിയിലോട്ട് മാറി നിൽക്കുന്നു, ഒരാള് സ്കൂട്ടറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ നേരം പറഞ്ഞാൽ ഞങ്ങള് 2 മണിക്ക് പോയത് ഒരു 4-5 മണി വരെ ആ വ്യക്തി ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ നിൽക്കുക. പാസ്റ്റർ എവിടെ പോയി തിരികെ വരാൻ വേണ്ടി നിൽക്കുക. അത് ഇടയ്ക്ക് ഒരു കോള് വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ കോള് വന്നത് പാസ്റ്റർ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞ ചർച്ചിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ തിരിച്ച് വിളിച്ച് പറയാനൊന്നും പോയില്ല. അന്നേരം പനി പിടിച്ച് കിടക്കുവാന്ന് പറഞ്ഞപ്പോൾ ഇവര് വിചാരിച്ചു ആശുപത്രി പോയിട്ട് ഞങ്ങളിപ്പോ ഉടനെ തിരികെ വരുമെന്ന്. ഞങ്ങൾ അന്നത്തെ ദിവസം ഒരു സന്ധ്യ ആവുന്നവരെയും ഞങ്ങൾ നോക്കി, ആ വ്യക്തി ഇങ്ങനെ നോക്കിയിരിക്കുക. അന്നേരം ഞങ്ങൾ അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ആന്റി ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അവിടെ ഉണ്ടോ? അന്നേരം ചോദിച്ചു, ഉണ്ട് ആന്റി. പാസ്റ്റർ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾക്കൊരു പേടി, എന്താ ആന്റി അങ്ങനെ ചോദിച്ചേ? എന്റെ പൊന്നു പാസ്റ്ററെ ഞാൻ വിളിച്ചത് പാസ്റ്ററിനെ ഇന്നലെ കമ്പിയും വടിയും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് കാല് തല്ലി ഒടിച്ച് കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയാണ് ഒരു മനുഷ്യൻ അവിടെ സ്കൂട്ടറിൽ വന്ന് നിപ്പുണ്ടായിരുന്നു. പാസ്റ്റർ അത് അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അന്നേരം പാസ്റ്റർ ഇങ്ങനെ കഥ പറഞ്ഞു, പനി പിടിച്ച് വേറൊരു വീട്ടിലോട്ട് പോയിരിക്കുന്നു, ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സ്വപ്നം പോലും കണ്ടില്ലല്ലോ. പക്ഷെ ദൈവം പെട്ടെന്ന് ഒരു പനി കൊണ്ടുവന്നത്, അല്പം ഒരു കഷ്ടത നടത്തിയത് നമുക്ക് നന്മയ്ക്കാ തീർത്തു എന്ന് പിന്നത്തേത് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളെ കടന്നു വന്നു. എനിക്ക് 3 വർഷമായി തലമുറകളൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അതിന് മുന്നേ 1-ാം വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, തലമുറകൾ ഇല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഞാൻ 2 പേരുടെ പേര് തരും, കുടുംബത്തിന്റെ പേര് തരും. ആ വ്യക്തിക്ക് തലമുറകളെ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ അവർക്ക് തലമുറകളെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ തലമുറകളെ ലഭിക്കുമെന്ന് ഒരു ദൈവശബ്ദം പാസ്റ്റർ കേട്ടു. അങ്ങനെ ഞങ്ങള് മധ്യപ്രദേശിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഡൽഹിയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ ദൈവാത്മാവ് ഞങ്ങളിങ്ങനെ കാണിപ്പിച്ചു. ഞങ്ങളെ ദൈവാത്മാവിൽ അവരോട് പ്രേരണ തോന്നി ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ദൈവത്തിന്റെ കൃപയാല് ആ 2-ാം വർഷം നമ്മുടെ 1 വർഷം കഴിഞ്ഞ് 2-ാം വർഷത്തിലായപ്പോഴത്തേക്കും അവർക്ക് ഡൽഹിയിലുള്ള കുടുംബത്തിന് 2 ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. മധ്യപ്രദേശിലെ ഒരു കുഞ്ഞിന് ഒരു മോനെ ദൈവം ദാനമായി കൊടുത്തു. അങ്ങനെ ഇവർക്ക് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ തലമുറകളെ കെട്ടിക്കഴിഞ്ഞപ്പോൾ 3-ാം വർഷമാണ് എനിക്ക് തലമുറകളെ കിട്ടുന്നത്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തന്നേനാ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തന്നേനാ സ്തോത്രം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞിന് 6 മാസം ഇവിടാണ് ജനിച്ചത്. നാട്ടിൽ കൊണ്ടുപോയപ്പോൾ വിട്ടുമാറാത്ത പനിയാല് കുഞ്ഞും ഭാരപ്പെട്ടു, ഞാനും ഭാരപ്പെട്ടു. നാട്ടിൽ ചെന്നപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയപ്പോൾ ഞങ്ങൾ തിരികെ വന്നപ്പോഴും കറക്റ്റ് കുഞ്ഞിന് 6 മാസം ആയതേ ഉള്ളൂ. ഈ 6 മാസത്തിന് ശേഷം എനിക്കും ശക്തമായ പനി, മൂത്ത മോന് ശക്തമായ പനി. അങ്ങനെ കുഞ്ഞിന് ന്യൂമോണിയ പോലെയൊക്കെ ആയി. നമ്മൾ ആദ്യത്തെ കുഞ്ഞാണല്ലോ, നമുക്ക് ശുശ്രൂഷിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് അറിയത്തില്ല. ദേഹത്ത് തൊട്ടാൽ ചുട്ടുകൊള്ളുന്ന ചൂട്. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ന്യൂമോണിയാണ്, അതാണ് എന്തൊക്കെ പറഞ്ഞു. അവര് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ വേണ്ടി എന്തൊക്കെ കുറിപ്പ് എഴുതുന്നു. ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ ഓക്സിജന്റെയും സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്തു തരുക. അന്നേരം ആ വ്യക്തിയോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചും പറയാ, ഇത് ഡോക്ടർ എഴുതി തന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്ന്. അന്നേരം ഞങ്ങൾ ഈ ആയുധങ്ങളും ഈ ഉപകരണങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ പേടിച്ചു.
കർത്താവ് എന്റെ കുഞ്ഞിനെ ഈ ദേഹത്ത് ഇതൊക്കെ വെക്കാനാണോ? അന്നേരം ഞങ്ങൾ രണ്ടുപേരും വിശ്വാസം പറഞ്ഞു 1 മിനിറ്റ് ഞങ്ങള് പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചീട്ട് മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ ഭവനത്തിൽ വന്നു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവെ, കുഞ്ഞിന് ന്യൂമോണിയാണ്. ഭവനത്തിൽ കടന്നു വന്നു, ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെറിയ കൊച്ചു കൊച്ചു കൽക്കണ്ടം ഉണ്ടായിരുന്നു, അത് പ്രാർത്ഥിച്ചു. മരുന്നെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളത് കുഞ്ഞിന് കൊടുത്തു. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ പനികളെല്ലാം വിട്ടുമാറി, യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ രക്ഷപ്പെടുവാനിടയായി തീർന്നു. എന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും പറഞ്ഞല്ലോ, വിട്ടുമാറാത്ത 6 മാസത്തെ പനിയാൽ എനിക്ക് ഭാരപ്പെട്ടു. ഇങ്ങനെ താഴോട്ട് കുനിയാനോ കുഞ്ഞിനെ കൈ കൊണ്ട് എടുക്കുവാനോ ഇങ്ങോട്ട് തിരിയാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ കടന്നു വന്നപ്പോൾ എനിക്ക് ഈ 2 ചെവിയുടെയും ബാക്കിലായിട്ട് വലിയ മുഴ കയറി വന്നു. അത് എന്താണെന്ന് അറിയില്ല. ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പനി കൂടുന്നതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് ഒരു ശകലം അനങ്ങാൻ വയ്യ. ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കിത് മാറ്റി തരണം കർത്താവ്, എന്റെ കുഞ്ഞിനെ നോക്കേണ്ടതാണ്. എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ കയറി വരുന്നു, ചർച്ചല്ലേ, ഒത്തിരി ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം വിഷമത്തോടെ ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം ദേവദാസൻ ഇങ്ങനെ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് കയറുന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ ഈ അദ്ദേഹമൊക്കെ കാണാതെ പഠിച്ചു, പക്ഷെ അനുഭവത്തിൽ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്ന് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ സങ്കീർത്തനം വായിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ആരാധിക്കുമല്ലോ, അത് ഈ വാക്യം മാത്രം പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണല്ലോ എന്ന് പറഞ്ഞാൽ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ലല്ലോ, ആരോട് സങ്കടം പറയാൻ ആരുമില്ലല്ലോ. അതിന് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ, ഹൃദയം നുറുങ്ങിയിട്ട് യഹോവ സമീപസ്ഥനാണ്, എനിക്ക് ഈ വേദന മാറ്റി തന്നതിനാ സ്തോത്രം, മാറ്റി തന്നതിനാ സ്തോത്രം, എന്തുവന്നാലും തന്നതിനാ സ്തോത്രം, വിടുതൽ തന്നതിനാ സ്തോത്രം. അങ്ങനെ അനുഭവത്തിൽ നിന്ന് പറയാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് ആരാധന കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ വേദന ഉണ്ടെന്നുള്ള ഭാവത്തോടെ ഒന്ന് ഇങ്ങനെ നമ്മള് എന്തോ സാധനം എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ, എനിക്ക് എന്നിൽ എന്തോ വിട്ടു മാറിയതുപോലെ തോന്നി. ഞാൻ ഇതിന് പെട്ടെന്ന് എന്റെ ഓർമ്മ വന്നു, ചെവിയുടെ ഭാഗത്ത് 2 മുഴയുണ്ടല്ലോ, അത് നിമിത്തമാണല്ലോ എനിക്ക് ഇത്ര വേദനയും കുനിയാനൊന്നും പറ്റാതിരുന്നത്. തപ്പി നോക്കിയപ്പോൾ ദൈവത്തിന്റെ കൃപ 2 മുഴയെ അവിടെ ഇല്ല. ദൈവത്തെ എത്ര സൂചിച്ചാലും മതി വരികയില്ല. മുഴ വീർത്ത് വന്നപ്പോൾ ആ മുഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാനസികമായി ചിന്തിക്കുക എന്തൊക്കെ വലിയ സംഭവങ്ങളാണ്, ഹോസ്പിറ്റൽ കയറി ഇറങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. അതിൽ നമ്മളെ നാം ദൈവത്തെ സ്നേഹിച്ച നാം ദൈവത്തിന്റെ തന്നെ വിശ്വസ്തയോടെ നിന്നാൽ, വിശുദ്ധിയോടെ നിന്നാൽ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു ദിവസം മുമ്പോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടില് ഫോണൊന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, നേരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ല. ഇത് ഇൻകമിംഗ് ഉള്ള ലൈൻ ഫോൺ ഉണ്ട്, അത് ഔട്ട് കമ്മിങ് ഇല്ല. അപ്പോഴത്തേക്കും അതിന്റെ പിന്നെ നമുക്ക് കോള് വരും, അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ പണ്ടൊക്കെ 1 രൂപ കോയിൻ ഇടുന്ന സമയമാണ്. ഞങ്ങൾ അന്നേരം എന്നും പേരൻസിനെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ കയ്യിലെങ്ങും പൈസ ഇല്ല. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ 1 രൂപ തരണേ കർത്താവെ, ഞങ്ങൾക്ക് പപ്പയ്ക്ക് അമ്മയ്ക്ക് ഒന്ന് വിളിക്കാനാണ്, 1 രൂപ തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അവിടെ എല്ലാം വെറുതെ വിശ്വാസത്തോടെ ഒന്ന് നോക്കി, നല്ല അടുക്കള നതുക്കി പറക്കുന്ന പോലൊക്കെ നോക്കിയപ്പോ അവിടെ എനിക്ക് 1 രൂപ കിട്ടി. ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ പോയി 1 രൂപയ്ക്ക് പപ്പയ്ക്കും അമ്മയ്ക്കും വിളിച്ചു. അന്നേരം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, ഈ 1 രൂപ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ സങ്കടം പറയുമായിരുന്നു. പക്ഷെ ഈ 1 രൂപ ഞാൻ ചിന്തിച്ചു. അന്നേരം 1 രൂപയുടെ വില വരെ എന്താണെന്ന് ദൈവം ഞങ്ങളെ മനസ്സിലാക്കുവാൻ പഠിപ്പിച്ചു. ആ 1 രൂപ ദൈവത്തിന്റെ സന്നിധിയില് അനുഭവത്തിന് അന്നേരം ദൈവശബ്ദം കേട്ടാണ്, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛീകരിക്കാത്ത ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ്. നമ്മൾ ഇന്നുവരെയും പട്ടിണി, ഞാൻ പറഞ്ഞല്ലോ, ഇന്നുവരെയും പട്ടിണി കിട്ടത്തില്ല, ഇന്നുവരെയും കഷ്ടതയോടെ എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തക്കതായ തുണയായിട്ട് സമീപസ്ഥനാട് ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ എന്ത് സങ്കടം വന്നാലും പേരൻസിനോടോ സഹോദരങ്ങളോടോ ഒന്നും പറയത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്ന വെറുതെ ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങളുടെ ഒത്തിരി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനിടയായി തീർന്നു. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് ലൂണ പോലത്തെ സൈക്കിള് വണ്ടിയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആ 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 3 വർഷം
സ്തോത്രം. 3 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് ഒരു ബൈക്ക് തന്നതിനാ സ്തോത്രം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൈക്ക് തന്നതിനാ സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പാസ്റ്ററിൽ നിന്ന് ഇച്ചിരി പൈസ 5 രൂപയുടെ തുട്ടൊക്കെ ഉള്ളത് ഞാനൊരു കുടുക്കയിൽ ഇടുമായിരുന്നു. ആ കുടുക്കയിൽ ഇട്ട് വെച്ചെന്ന് കഷ്ടിച്ച് 3000 രൂപ മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ സഹോദരൻ കൂടെ ചോദിച്ചാൽ കിട്ടാം, പേരൻസിനോട് ചോദിച്ചാൽ കിട്ടാം. പക്ഷെ കർത്താവിന്റെ വേലയിൽ മുഖത്തോട്ട് നോക്കി ഇറങ്ങിയത് കൊണ്ട് അത് ഞങ്ങൾ എന്നിലൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ആ മനുഷ്യരിൽ ആശ്രയിച്ചാൽ അത് പാവമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ആശ്രയം നമ്മുടെ മനസ്സ് അവരുടെ പുറകെ പോകും. പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കുറയുമല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദേവദാസിനോട് ഇങ്ങനെ പാസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ചു. ഒരു ബ്ലാക്ക് കളറിലെ സ്പ്ലെൻഡർ പ്ലസ് എനിക്ക് ദൈവം ദാനമായി തരുന്നു. ഞങ്ങൾ ആ കുടുക്ക പൊട്ടിച്ചു നോക്കി, വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ. 3000 സ്വപ്നം പോലും കാണാൻ വയ്യ ഈ ബൈക്ക് കിട്ടുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഒരു വ്യക്തിയോട് ഇങ്ങനെ ദൈവം സംസാരിച്ചു. 45,000 രൂപയുടെ ഒരു പൊതി ഞങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുക. അത് ആ അങ്കിള് വർഗീസ് കെ പി എന്ന് പറയുന്ന ഒരു അങ്കിളാണ്. ആ അങ്കിള് ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ പോലായിരുന്നു അങ്കിള് സ്നേഹിക്കുന്നത്. അന്നേരം ആ അങ്കിള് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി വന്നതാ. അന്നേരം ആ അങ്കിള് ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സ് ഒക്കെ കിട്ടുമ്പോ ഞങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ വീട് വരുമ്പോൾ തരും, അങ്ങനെ ഒരു പൊതി തരും. അതുപോലെ ആണെന്ന് വിചാരിച്ച ഒരു പ്രാവശ്യം അങ്കിള് താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ, അവര് വലിയ ഇതിലൊക്കെയാണ്. അത് അങ്കിൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അങ്കിളിന് കുറച്ച് പൈസ കിട്ടേണ്ടതുണ്ട്. ആ പൈസ കിട്ടേണ്ട പൈസ തരുവാണെങ്കിൽ ഞാൻ ദേവദാസിന് കൊടുത്തോണ്ടിരിക്കും. ഇതേ സമയം ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്കൊരു ബൈക്ക് തന്നതിനാ സ്തോത്രം, ഒരു ബൈക്ക് തന്നതിനാ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ഡിസംബർ 27 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആരോടും പറഞ്ഞു ചർച്ചിലുള്ളവരോട് പറഞ്ഞപ്പോൾ അവര് എടുത്തടിച്ച് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ കുറേശ്ശെ പൈസ തരാം, അല്ലെങ്കിൽ പാസ്റ്റർ ഒരു ലോൺ എടുക്ക്, അത് ഞങ്ങൾ കുറേശ്ശെ തരാം. അതിന് പാസ്റ്ററിന്റെ ഒരു മനസ്സിലുണ്ട്, കർത്താവെ ലോൺ എടുത്താൽ തക്ക സമയത്ത് അടയ്ക്കണമെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ വേണം. അതുകൊണ്ട് ലോൺ ഒന്നും അടയ്ക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപയല്ല, ഈ അങ്കിള് ഞങ്ങൾക്ക് പൈസയായിട്ട് ഒരു പൈസയെന്ന് ഞങ്ങൾ പിന്നീട് അറിഞ്ഞ് ഒരു പൊതിയിൽ നിറച്ച് ഇങ്ങനെ ഒരു കവർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വരുന്ന സ്വീറ്റ്സ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. തുറന്നെടുത്ത് കഴിക്കാം എന്നുള്ള ചിന്തിച്ച് നോക്കുമ്പോൾ നിറച്ചു പൈസ ഇരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് അങ്കിളിന് കോൾ ചെയ്തു, അങ്കിളെ ഇതിനകത്ത് ഞങ്ങൾക്ക് തിന്നാനുള്ളതൊന്നും അല്ല, ഇതിനകത്ത് നിറച്ച് പൈസ ഇരിക്കുന്നത്. അന്നേരം പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, ഇത്ര പൈസ നിങ്ങൾക്ക് തരണമെന്ന്, അതാണെന്ന്. ദൈവം തന്ന ഡേറ്റ് എന്തോ ഡിസംബർ 27. അങ്ങനെ നമ്മുടെ മൂത്തമോൻ ജനിച്ചു 1 വർഷത്തിന് ശേഷം ഡിസംബർ 27 ഞങ്ങൾക്ക് അതേ ദിവസം ഞങ്ങൾ ദൈവം കാണിച്ച അതേ ദർശന പ്രകാരം ഞങ്ങള് പോയി ബൈക്ക് എടുത്തു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ആ ബൈക്ക് ഇരിക്കുന്നു. കാരണം ഞങ്ങള് അതിന് മുന്നമേ പാസ്റ്റർ ദൈവം ഇങ്ങനെ ദർശനം കണ്ടപ്പോൾ പാസ്റ്റർ ബൈക്കിന്റെ ഷോപ്പിൽ കടന്നു നിന്നിട്ട് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് അങ്ങ് കാണിച്ചൊരു ബൈക്ക് ഇവിടെ ഇരിക്കുന്നു, അങ്ങ് തന്ന ബൈക്കിനാ സ്തോത്രം എന്ന് പറഞ്ഞ് 3 തവണ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാ വന്നത്. അങ്ങനെ നമുക്ക് അസാധ്യമാണ്, നമ്മളൊന്ന് ചിന്തിച്ചാൽ അസാധ്യമാണ്. നമ്മൾ ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛീകരിക്കാത്ത സ്വർഗീയ പിതാവ് നമുക്ക് ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് അറിയാനിടയായി തീർന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോവിഡിന്റെ കാലഘട്ടം നോക്കിയപ്പോൾ നമുക്ക് എല്ലാം വാതിലുകളെല്ലാം അടഞ്ഞു, സാമ്പത്തികമായ എല്ലാം വഴികളും അടഞ്ഞു, എങ്ങും ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്കിവിടെ റേഷൻ കാർഡൊക്കെ ഉണ്ട്. റേഷൻ കാർഡിൽ നമുക്ക് ചെന്ന് ചോദിച്ചാൽ നമ്മളായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മക്കളായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അതിന് മുന്നമേയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഈ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒന്നും കിട്ടാതായി. പക്ഷെ ആരുടെയും മുഖത്ത് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കതവടച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഒരു ദിവസം പോലും പട്ടിണി കിടക്കാൻ അനുവദിക്കാതെ സുഭിക്ഷമായ ദൈവം ഞങ്ങളെ പോറ്റുപെറുത്തി. ഒന്നു മാത്രം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീരിനെ കണ്ട് മറികടക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മുടെ കഷ്ടത, പട്ടിണി, ഉപദ്രവം എന്തും വന്നിടട്ടെ, അല്ലെങ്കിൽ ഈ വചനം വിട്ട്, ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ലെന്നുള്ള, ഈ ലോകത്തിന്റെ പിൻപേ പോകാതെ ദൈവത്തിന്റെ മുന്നമേ ആ ക്രൂസ് എടുത്ത് ഞാൻ അനുഗമിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യം ഉണ്ടെങ്കിൽ ഏതെല്ലാം കഷ്ടത കൂടെ കടന്നു പോയാലും, ഏതെല്ലാം പ്രയാസം കൂടെ കടന്നു പോയാലും കണ്ണുനീരിനെ കണ്ട് മറികടക്കാത്തൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഏതെല്ലാം കടന്നു വന്നാൽ ഈ ദൈവത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് വചനം മുറുകെ പിടിച്ചിട്ടുണ്ട് ആ ദൈവത്തിന്റെ വചനങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ഒന്നും മാത്രം, ഞാൻ ഇന്ന് വരെയുള്ള ഈ 20 വർഷത്തെ സുവിശേഷ വേളയോടനുബന്ധിച്ച് നാം ദൈവത്തിന്റെ സ്ഥലം വിശ്വസ്തയോടെ നിൽക്കുകയാണോ, ദൈവത്തിന്റെ സ്ഥലം വിശുദ്ധിയോടെ നിൽക്കുകയാണോ, ഈ വചനം മുറുകെ പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണോ, ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല, ഒരിക്കലും നമ്മളെ കൈവിടില്ല.
പേടിയില്ല. അതുകൊണ്ട് കണ്ണുനീരിനെ കണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ അവർ പലപ്പോഴും ചിലപ്പോൾ വേറെ മനോഭാവത്തോടെ നോക്കും, അല്ലെങ്കിൽ വ്യസനത്തോടെ നോക്കും, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് ഭാവിക്കും. പക്ഷെ നമ്മുടെ തുരുത്തിയില് അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തർക്കും ഓരോ തുരുത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ തുരുത്തിയില് അളവ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയും, കണ്ണുനീരിന്റെ അളവ് അതിൽ കൂടുതലായിട്ട് തരും. അളവ് നോക്കാതെ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തവണ്ണം, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തവണ്ണം, ഒരു ചെവിയിലും തോന്നിയിട്ടില്ലാത്തവണ്ണം അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് സകലവും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെ നമുക്ക് മാനസികമായി ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിച്ച് ആ വിളിക്കപ്പെട്ടവർക്ക് തന്നെയാണ് ദൈവം സകലവും നന്മയ്ക്കാ തീർത്തു തരുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയരുത്. ഏതെല്ലാം കഷ്ടത, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ കടന്നു വന്നാലും അവിടങ്ങളിലെല്ലാം ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് വിശുദ്ധിയോടെ നിന്നാൽ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ടെന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ ഒത്തിരി കഴിയും. ഇനി ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും എല്ലാം പറയാൻ സമയങ്ങൾ അധികം ഇല്ലല്ലോ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ. കാരണം ഏതെല്ലാം കഷ്ടത വന്നാലും ഞാൻ ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. എന്നെ ഈ കഷ്ടത കൂടെ കടത്തി വിടുന്നത്, എന്നെ ഈ രോഗം കൂടെ കടത്തി വിടുന്നത് ഒന്നും തിന്മയ്ക്കല്ല, ദൈവം നന്മയ്ക്കാ തീർത്ത് തരും. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ തള്ളിക്കളയാതെ നമുക്കൊരു മുമ്പിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെ ഓടണം. ആ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെ ഓടണം. ആ ക്രിസ്തുവിന്റെ ആ പാതയിൽ തന്നെ ഓടണം. അതുകൊണ്ട് എനിക്ക് ലോകം എന്റെ പിൻപിലാണ്, ക്രൂശ് എന്റെ മുൻപിലാണെന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തോട് ഓടുമ്പോൾ, അല്ലെങ്കിൽ ആ ഓട്ടക്കളത്തിൽ സ്ഥിരതയോട് ഓടുവാൻ, ആ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെ ഓടുവാൻ ദൈവം നമുക്ക് കൃപ തരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ആമേൻ, ആമേൻ. ദേവദാസി, അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ. ആമേൻ, ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദേവദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, അടിയങ്ങളായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടിയൊരുവ് തന്നതിന് ആ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവിയിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം. മാറ്റുവാനോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ വചനം പറയുവാൻ, അല്ലെങ്കിൽ അങ്ങയുടെ സംഘം ഞങ്ങളെ നടത്തിയ സാക്ഷ്യങ്ങളെ പറയുവാൻ, പങ്കിടുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അല്പസമയം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി സ്തുതിക്കുന്ന പൊന്നുപിതാവേ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛിരിക്കാത്ത ദൈവം, ഞങ്ങളുടെ കണ്ണുനീരിനെ കണ്ടു മറികടക്കാത്ത ദൈവം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഉറപ്പും ധൈര്യമുള്ളവരാ തീരുവാൻ അങ്ങനെയുള്ള ആ സമത്വം മുറുകെ പിടിച്ചുകൊണ്ട്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് ആ പരമയുടെ ലാക്കിലേക്ക് തന്നെ ഞങ്ങൾ തുടർന്നും ഓടേണ്ടതുപോലെ ഓടുവാൻ അങ്ങയുടെ വരവേറ്റം കർത്താവെ, ലോകമെമ്പാടും കർത്താവെ വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങൾ ഒരുക്കമുള്ളവരാ തീരുവാൻ, ആ കാഹള ശബ്ദം കേൾക്കുവാൻ തക്കോണം കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഒരുക്കമുള്ളവരാ തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറണമെന്ന് അങ്ങയുടെ പൊന്നുനാമത്തിന് വേണ്ടി കർത്താവെ ചെയ്യുന്ന സകല കാര്യങ്ങളും കർത്താവെ അങ്ങയുടെ പൊന്നുനാമം ഉയർത്തുവാൻ, അങ്ങയുടെ നാമം ഉയരുവാൻ കർത്താവെ ഇടയാക്കുമെന്നൊന്നും ഞങ്ങൾക്കല്ല പച്ച, എല്ലാം അങ്ങയുടെ പൊന്നുനാമത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യേണ്ടവണ്ണം ചെയ്യുവാൻ ഞങ്ങൾ കൃപ തന്നു മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ കുടുംബമായി, സഭയായി, വ്യക്തിപരമായി, ഞങ്ങൾ പേഴ്സണായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾ മേലും ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കുന്നതിന് ആ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അപ്പച്ചന്റെ പൊന്നേശ്വരരെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. എല്ലാ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ, ആമേൻ. ദേവദാസി.